السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. سورة المائدة 116. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال الله يا عيسى ابن مريم أأنت قلت للناس اتخذوني وأمي إلهين من دون الله. قال سبحانك ما يكون لي أن أقول ما ليس لي بحق. إن كنت قلته فقد علمته تعلم ما في نفسي ولا أعلم ما في نفسك إنك أنت علام الغيوب. ما قلت لهم إلا ما أمرتني به أن اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت أنت الرقيب عليهم وأنت على كل شيء شهيد. إن تعذبهم فإنهم عبادك وإن تغفر لهم فإنك أنت العزيز الحكيم. قال الله هذا يوم ينفع الصادقين صدقهم. لهم جنات تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم. لله ملك السماوات والأرض وما فيهن وهو على كل شيء قدير. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് പൂർണ്ണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. ശാരീരികമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്ത് റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, സഹോദരിമാരുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ റാഹത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ പോയി വരാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് മാഇദ സൂറത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ഓതിവെച്ച ആദ്യ ആയത്തുകളിൽ വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ശ്രദ്ധേയമായൊരു വിഷയം, ഈ പേര് സൂറത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഇന്ന് നമ്മൾ പറയുന്നത് നാളെ പരലോകത്ത് വെച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, അതിന് കൊടുക്കുന്ന മറുപടി.
മാത്രമല്ല നമ്മൾ ഓതി വെച്ച ആദ്യത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് കരയിപ്പിച്ച ആയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തുകൾ, അതായത് 118 വരെയുള്ള ആയത്തുകളുണ്ടല്ലോ, ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, അതുവരെ ഓതിയിട്ട് വല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു പോയ രംഗാണ്. ഒരു രാത്രി, ഈ ആയത്തുകളുടെ തഫ്സീറിൽ കാണാം, ഒരു രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യ 2 റക്അത്ത് നിസ്കരിച്ചു. ആ 2 റക്അത്തിൽ മാഇദ സൂറത്തിന്റെ ഈ ലാസ്റ്റ് ഭാഗം ഓതി, ഫാത്തിഹയുടെ ശേഷം. അത് കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചു, അതിലും തന്നെ ഓതി. അന്നത്തെ ആ രാത്രിയിൽ നബി തങ്ങൾക്ക് തീരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. നേരം സുബഹിയാകുന്നത് വരെ നിസ്കാരത്തിൽ ഓതുന്നത് മുഴുവനും ആവർത്തിച്ച് ഓതുന്നത് ഈ ആയത്തുകൾ. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇതിനെപ്പറ്റി ചോദിച്ചു അത്രേ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ കരഞ്ഞുകൊണ്ട്, ഞാൻ അർത്ഥം വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്ന് പറയാം. എന്നാൽ ഈ ആയത്തുകളുടെ മഹത്വം പറയണം. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്നി സഅൽതു റബ്ബി അസ്സ വജല്ല അശ്ശഫാഅത ലി ഉമ്മത്തി ഫഅഅ്താനിഹാ വഹിയ നായിറത്തുൻ ഇൻഷാഅല്ലാഹ് ലിമൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ. ഞാൻ ഈ രാത്രിയിൽ എൻ്റെ ഉമ്മത്തിന് റെക്കമെൻഡിന് വേണ്ടിയിട്ട് ഞാൻ അള്ളാഹുവിനോട് വളരെ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവനിക്ക് ശിർക്ക് വെക്കാത്തവർക്കൊക്കെ എൻ്റെ ശഫാഅത്ത് ഉണ്ടാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ ആയത്തുകളിൽ അടങ്ങിയ വിഷയങ്ങൾ വളരെ ഗൗരവമുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രി മുഴുവനും എന്ത് ഇത് ഓതുകയും നിസ്കാരത്തിൽ ഇത് ഓതുകയും കരയുകയും ഒക്കെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് അതിലടങ്ങിയ വിഷയങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം. അല്ലാഹു തആല പറയുന്ന സന്ദർഭം ഓർക്കണം. യാ ഈസ ഇബ്ന മറിയം, മറിയമിന്റെ പുത്രനായ ഈസ, അൻത ഖുൽത ലിന്നാസ്, താങ്കൾ ജനങ്ങളോട് പറഞ്ഞിരുന്നുവോ എന്ത്? ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ എന്നെയും എൻ്റെ മാതാവിനെയും നിങ്ങൾ ദൈവങ്ങളാക്കണം എന്ന് താങ്കൾ പറഞ്ഞിരുന്നോ? ഖാല, അപ്പോൾ ഈസാ നബി, ഇത് മഅ്ശറയിൽ വെച്ചാണ്. അപ്പോൾ ഈസാ നബി അതിന് മറുപടി കൊടുക്കും, സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്, ഞാൻ നിന്നെ പരിശുദ്ധനാക്കുന്നു. മാ യകൂനു ലീ അൻ നഖൂല മാ ലൈസ ലീ ബിഹഖ്, അന്യായമായ ഒരു സത്യവുമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയും? ഞാൻ എങ്ങനെ പറയും? ഞാൻ ഒരിക്കലും എനിക്കത് യോജിച്ചതല്ല. ഇൻ കുൻതു ഖുൽതുഹു, ഞാനെങ്ങാനും അങ്ങനെ പറഞ്ഞാൽ, എന്നെയും എൻ്റെ മാതാവിനെയും നിങ്ങൾ ആരാധിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ, ഫഖദ് അലിംതഹു, നാദാ നീ അതറിയുമല്ലോ. തഅലമു മാ ഫീ നഫ്സി,
എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, എൻ്റെ മനസ്സിലുള്ളത് നീ അറിയും. വലാ അഅ്ലമു മാ ഫീ നഫ്സിക്, നിന്നിലുള്ളത് ഞാൻ ഒരിക്കലും അറിയുന്നവനല്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നാഥാ നീ എല്ലാ അദൃശ്യകാര്യങ്ങളും അറിയുന്നവനാണല്ലോ, നീ എല്ലാ അദൃശ്യകാര്യങ്ങളും അറിയുന്നവനാണല്ലോ. ഇതിപ്പോ എന്താണ് ഈ വിഷയത്തിൽ നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു തെറ്റായ ധാരണ വരും. അള്ളാഹു ഇപ്പൊ ഈസാ നബിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളെ മാതാവിനെ ആരാധിക്കാൻ നിങ്ങളെങ്ങാനും പറഞ്ഞിരുന്നോ? അവ നമുക്ക് തന്നെ തോന്നും അള്ളാഹ്ക്ക് അറിയില്ല അത്. എന്നിട്ട് ഈസാ നബി പറയണില്ല, ഞാനെങ്ങനെ പറയോ, എന്നിട്ടൊട്ടും ചോദിച്ചല്ലോ, അല്ലെങ്കിലും എനിക്കറിയാലോ ഇപ്പൊ അത്, എന്റെ മനസ്സിലുള്ളതൊക്കെ എനിക്കറിയില്ലേ, നിന്നിലുള്ളത് ഞാൻ അറിയുന്നുമില്ല, നീ എല്ലാ അദൃശ്യ കാര്യങ്ങളും അറിയുന്നവനാണ്. അവ എന്തിനാ പിന്നെ അങ്ങനെ ചോദിക്കുന്നത്? എന്തറിയോ, ഇവിടെ ഈസാ നബിയോട് അള്ളാഹു അങ്ങനെ ചോദിക്കുന്നത് പറഞ്ഞാ കേൾക്കാതെ അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് അദ്ദേഹത്തിന് ആരാധിച്ചു പോയ ആളുകൾ, അദ്ദേഹം പറയാതെ, അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആരാധിക്കരുത് എന്നാണ്. വാപ്പല്ലാതെ ജനിച്ചു എന്നുള്ളതുകൊണ്ട് ദൈവമാക്കണ്ട, ഞാൻ അള്ളാന്റെ അടിമയാണ്, ആവർത്തിച്ചു പറഞ്ഞാണ്. എന്നിട്ട് പോലും കേൾക്കാതിരുന്നു. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താൻ അവർക്ക് കൊടുക്കുന്ന ഒരു പരീക്ഷണാണ്. അവരെ മുന്നിന്ന് ഈസാ നബിയോട് ചോദിക്കുമ്പോൾ പോലും ഉത്തരം മുട്ടും. അവരെ കൂടുതൽ വിഷമത്തിലാക്കാനും ഉത്തരം മുട്ടിക്കാനുമാണ് അള്ളാഹു താൻ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ചോദിക്കുന്നത്. ഏതുപോലെ ചെറിയ മക്കളെ, പെൺകുട്ടികളെ കുഴിച്ചു മൂടിയ ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോ ആ കുട്ടികളോടാ ചോദിക്കുക, എന്തിനാണ് മോളെ നീ കൊല്ലപ്പെട്ടത്? അപ്പൊ മാതാപിതാക്കളോട് ചോദിക്കണം, എന്തിനാണ് ആ കുട്ടിനെ കൊന്നതെന്നല്ല, കുട്ടിയോട് ചോദിക്കുകയാണ് എന്തിനാണ് കൊല്ലപ്പെട്ടത്. അത് ആ മാതാപിതാക്കളെ കൂടുതൽ പ്രയാസപ്പെടുത്താനാണ്, കുടിച്ചിട്ടവർക്ക് പ്രയാസം ഉണ്ടാക്കാനാണ്. എന്നതുപോലെ ഈസാ നബിയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിൽ കുടുങ്ങുന്നത് അനുയായികളാണ്. അത് പ്രത്യേക സാഹചര്യം അങ്ങനെയാണ്, അതിനാണ് അങ്ങനെ ചോദിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത്, അള്ളാഹു നീതിമാനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്. അള്ളാഹു താല നീതിമാനാണെന്ന് മറ്റുള്ളവരെ, അതായത് അള്ളാഹു താല ഒക്കെ നീതിയോടുകൂടെ, അതിനാണ് ഈ ചോദ്യം ചോദിക്കലും കാര്യങ്ങളൊക്കെ. അങ്ങനെ ചോദിക്കുമ്പോൾ അതിൽ അള്ളാഹു താല സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ആർക്കും അറിയാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ആ രൂപത്തിൽ അള്ളാഹു താല ചോദിക്കുന്നത് എന്നാണ്. കാരണം പരിശുദ്ധ ഖുർആനില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദർറ, ഒരു അണുതൂക്കം അള്ളാഹു അനീതി കാണിക്കൂല. ഒരു അണുതൂക്കം അനീതി, ളുൽമ് എന്ന് പറഞ്ഞാല് അക്രമം എന്ന് പറഞ്ഞാല് അവിടെ അനീതിയാണ്. അത് അള്ളാഹു എന്തിനാ അങ്ങനെ പറയുന്നത് വെച്ചാല്, നമ്മള് നന്മ ചെയ്താല് ആ നന്മക്കുള്ള കൂലി ഉണ്ടാവും, ഒരു തെറ്റ് നമ്മളെടുത്ത് സംഭവിച്ചാല് അതിനുള്ള ശിക്ഷ ഉണ്ടാവും. അള്ളാഹു താല ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യൂല, വെറുതെ ആക്കൂല. നമ്മളിപ്പോ നല്ല കാര്യം ചെയ്യുമ്പോൾ, നല്ല കാര്യം ചെയ്തു, നമ്മൾ ഉദ്ദേശം മാറി നൂട്ടിക്കോളി, എന്നാ അത് ഏതുപോലെ അറിയോ. ഒരാള് ചന്തി പോയി, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ചന്തി പോയി. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ ഒരു കീസായിട്ട് പോയി. കീസ് നാട്ടേന് പറയാം അറബിയില്, കീസിന് കീസ്, ഒരു നല്ലൊരു കീസായിട്ടും പോയി. നമ്മള് കീസ് തന്നെ സാധനം പറയല്. നമ്മളെ ശശികല ടീച്ചർ അറിയണ്ട, ഇനിയിപ്പോ നാളെ മുതലും മാറ്റും. അറബി പേര് വേണ്ട, വലിയ അടങ്ങാറിലാണ്. അറബി ഫുഡൊക്കെ പോകെ പ്രശ്നമുള്ള ഒരുത്തൻ ഷാർജയിലിരുന്നിട്ട് അവരുടെ അറബി ഫുഡ് പാടില്ല. ഷാർജയിൽ നിന്ന് എവിടെ ഇരിക്കണ്ടെന്നും കൂടി അറിയില്ല, പാവം സാധു. എന്താ ഈ വെള്ളം അടിച്ചുകൊണ്ട് പറയും. അപ്പൊ കീസ്, അപ്പോ സാധനം കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്, ധാന്യങ്ങളോ ഈത്തപ്പഴോ കൊണ്ടുവരാൻ പോയതാണ്. അയാള് ആ കീസിൽ കുറെ കല്ല് നിറച്ചു. സങ്കല്പിക്കാൻ വേണ്ടി പറയാണ് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ, കല്ല്, സാക്ഷാൽ കല്ല് നിറച്ചു. പുറത്തേക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇയാളെ കീസ് ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്.
ആപ്പിളോ ഈത്തപ്പഴോ ഒക്കെ തോന്നും പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ. പക്ഷെ ഉള്ളിലെന്താ? ഈത്തപ്പഴത്തിന്റെ വലിപ്പമുള്ള നല്ല കല്ല്, സൂട്ടായ കല്ലാണ്. ആപ്പിളിന്റെ വലിപ്പത്തിലുള്ള, ഓറഞ്ചിന്റെ വലിപ്പത്തിലുള്ള, നല്ല പുർത്തുകാലിന്റെ വലിപ്പത്തിലുള്ള ഉരുണ്ട കല്ലാണ്. ആ കല്ലൊക്കെ പാടെ കൊണ്ടുവന്ന് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പ്രയോജനമില്ല പറഞ്ഞാൽ പള്ളക്കൊന്നും ആവൂലല്ലോ, ഒന്നും ആവൂല. ഇതേപോലെയാണ് അമൽ ചെയ്യും. ആ അമലുകൾ ചെയ്യുമ്പോൾ ഉദ്ദേശം മാറിക്കഴിഞ്ഞാൽ ഈ കല്ല് കീസിൽ കൊടുന്നായിരിക്കാം. അതുകൊണ്ട് ഭക്ഷണത്തിന് അത് ഭക്ഷ്യയോഗ്യമല്ലാത്തതുപോലെ മറ്റത് പ്രതിഫലശൂന്യമാണ്. അല്ലാഹ് നീതിമാനാണ്. അപ്പോൾ എല്ലാ വിഷയത്തിലും അല്ലാഹു തആല നന്മക്കും തിന്മക്കൊക്കെ അത് പ്രതിഫലം കൊടുക്കുന്നത് നീതിയോടുകൂടെയാണെന്ന് അറിയിക്കാനാണ്, മാലോകരെ അറിയിക്കാൻ. ഓരോരുത്തരോടും ചോദിക്കും. ഈസാ നബിനോട് ചോദിക്കണ്ട, ഈ ഓരോരുത്തരോടും ചോദിക്കുന്നുള്ളതുകൊണ്ടാണ് നബിതങ്ങൾ ഇത് കരഞ്ഞത്. ഈ ആയത്തുകൾ, ഇവിടുന്ന് അങ്ങോട്ടുള്ള ആയത്തുകൾ നബിതങ്ങൾ ഓതിയിട്ട് ഒരു രാത്രി മുഴുവനും നിസ്കാരം രണ്ട് റക്അത്ത് അതിലൊക്കെ തന്നെ ഓതുക. എന്നിട്ട് വരും കരച്ചില്. പടച്ചോനെ എന്നോടും എൻ്റെ ഉമ്മത്തിനോടൊക്കെ ചോദിക്കുമല്ലോ, എല്ലാവരോടും ചോദിക്കുമല്ലോ എന്നുള്ള ആ ചിന്ത ചിന്തിച്ചതാണ്. അങ്ങനെ മനസ്സിലാക്കണം. അത് ഈസാ നബിക്കല്ലേ എന്ന് കരുതില്ല, ഇതെല്ലാവർക്കും വരാനുള്ളതാണ്. അതാലോചിച്ചിട്ടാണ്. അപ്പൊ നോക്കൂ, അപ്പൊ അള്ളാഹു നീതിമാനാണ് എന്ന് എല്ലാവർക്കും ബോധ്യം വരണം. ഈസാ നബിയോട് വരെ ചോദിക്കുകയാണ്. അപ്പൊ ഈസാ നബിയോട് ചോദിക്കുകയാണ്, അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മീ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. എന്നെയും എൻ്റെ ഉമ്മാനെയും നിങ്ങൾ ദൈവങ്ങളാക്കണം എന്ന് നിങ്ങൾ ജനതയോട് പറഞ്ഞിരുന്നോ? ഉമ്മാനെ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ആരാധിച്ചൊരു കൂട്ടര് ഓല കൂട്ടത്തിൽ ആദ്യകാലത്ത് ഉണ്ടായത്. രേഖ എന്താ? മറിയം അത്ര വിശുദ്ധിയുള്ളൊരു പെണ്ണാണ്. ഓക്കെ, വിശുദ്ധിയുള്ള പെണ്ണാണ്. പ്രവാചിക പോലും അല്ല ആക്കുണ്ട്, പിന്നെ ദൈവത്തിന്റെ സ്ഥാനത്തൊക്കെ ഉണ്ട്. അതിലേറെ വലിയ പൊട്ടത്തരണ്ടോ? അപ്പൊ പിന്നെ അവൾക്ക് ഭർത്താവില്ലായിരുന്നു, അങ്ങനെ ഗർഭം ധരിച്ചല്ലേ. അതാണ് ഒരു പുരുഷൻ തൊടാതെ ഗർഭം ധരിച്ചു എന്നുള്ളതാണ് നമ്മൾ നാളെ വിശദീകരിച്ചു. അതൊന്നും ഇപ്പോ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അത്ഭുതമല്ല. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ എന്ന ബട്ടൻ ഫയകൂൻ കാര്യം ഉണ്ടാവും. അപ്പോൾ ഈസാ നബി പറഞ്ഞാണ് അതൊന്നും ചെയ്യരുത്, അങ്ങനെയൊന്നും പാടില്ല. അപ്പൊ അദ്ദേഹം അതിന് മറുപടി കൊടുക്കുകയാണ്, ഈ ജനതയുടെ മുമ്പിൽ വെച്ച് കൊടുക്കുകയാണ്. സുബ്ഹാനക, പടച്ചോനെ നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു. മാ യകൂനു ലീ അൻ നഖൂല മാ ലൈസ ലീ ബിഹഖ്. അങ്ങനെ പറയാൻ കാരണം എന്താ അറിയാ? നമ്മളിപ്പോ ഒരാളെ ഒരു പരിപാടിക്ക് കൊണ്ടുവന്ന് സ്വാഗതം പറയുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് സ്വാഗതം പറയുമ്പോൾ അയാൾക്കില്ലാത്ത വിശേഷണങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ ചിലരെന്ത് ചെയ്യും, ഞാൻ അത്ര വലിയ കാളക്കായോ എന്നുള്ളൊരു തോന്നൽ വരും. അത് ചിലപ്പോൾ അഹങ്കാരത്തിലേക്ക് ഒഴിവെക്കും. ചിലര് വെറുതെ കിട്ടിയല്ലേ എഴുതിയാണ്ട് എന്ത് ചെയ്യും, ആക്കണ വാങ്ങും, സ്വീകരിക്കും. ചിലരെന്ത് ചെയ്യുന്നറിയോ, അന്ന് മുതൽ തുടങ്ങും അത്. ഉദാഹരണം പറയാ, ഒരാളെ പറ്റി പറയാ, നമ്മൾ പറയണ ഇന്ന് നമ്മളെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം എത്ര തിരക്കാണെങ്കിലും ഒരൊറ്റ ദിവസം രാത്രി തഹജ്ജുദ് ഒഴിവാക്കാത്ത ആളാണ്. അയാളിങ്ങനെ ചിന്തിക്കാറ്, റബ്ബേ എത്ര ഫീ പറയണ്ടേ, എനിക്ക് എത്ര തഹജ്ജുദ് ഒഴിവാണ്ട്. അപ്പൊ അയാൾ അന്ന് രാത്രി മനസ്സ് പൊട്ടിപ്പോയി, പടച്ചോനെ ആൾക്കാർക്ക് എന്നെ പറ്റി അങ്ങനെയുള്ളതാണ്. അങ്ങനെ മദ്ഹബിന്റെ ഇമാമിന് അങ്ങനെ തോന്നിയേ, രാത്രി ഒറ്റ ദിവസം പിന്നെ ഉറക്ക് തീരല്ലാത്ത ആളാണ് പോണ്ടതെന്ന് പറഞ്ഞു. മൂപ്പര് അന്ന് മുതൽ തുടങ്ങി പരിപാടി. ആദ്യം ഉള്ളതാണ്, പരമാവധി മാക്സിമം അതാണ് ചെയ്യേണ്ടത്. ആളുകൾ ഓരോരുത്തർ അപ്പൊ ഇല്ലാത്ത പറഞ്ഞാൽ അംഗീകരിക്കാനും പാടില്ല. ഇപ്പൊ ഈസാ നബിയെ പറ്റി ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ വെറുതെ കിട്ടല്ലേ, കിടക്കട്ടെ, ആൾക്കാരുടെ അംഗീകാരമുള്ളോ. പിന്നെ ആരാധന വരെ തുടങ്ങി. നമ്മൾ സാധാരണ പറയേണ്ട ആരാധന അല്ല, ഇപ്പൊ താരാരാധന ഉണ്ട്. താരാരാധന, ഫാൻസുകാരുണ്ട്. അതിപ്പോ നമ്മള് ഉസല്ലി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നവൈത്ത് പറഞ്ഞ ആരാധന അല്ല, അത് ആരല്ല. ഓരോട് കുറച്ച് മഹബത്ത് കൂടുതലാണ്, ഓല അനുകരിക്കും, അതാണ്. പക്ഷെ പറയല് ഫാൻസ് എന്നാണ്. ഇതങ്ങനല്ല, ഇത് ഒറിജിനൽ ആരാധനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഈസാ നബി അവരോട് പറഞ്ഞാൽ പാടില്ല, അങ്ങനെ വെറുതെ കിട്ടേണ്ടൊക്കെ പാടെ സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മാത്രല്ല ഈസാ നബി അള്ളാഹുവോട് പറയത്ര സുബ്ഹാനക് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ സുബ്ഹാനല്ലാഹ് എന്ന് സാധാരണ പറയേണ്ടതിന് വലിയ മാറ്റം ഉണ്ടാകാൻ കാരണം എന്താ?
അങ്ങനെ പറയാൻ കാരണം അള്ളാഹ് എല്ലാ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ട. നമ്മളിപ്പോൾ ആള് ദൈവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം പറയാം, സായിബാബ ആള് ദൈവമായിട്ട് അറിയപ്പെട്ട ആളായിരുന്നു, മരിച്ചുപോയി. അല്ല, ദൈവമായിട്ടായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ ആ ലാസ്റ്റ് ഘട്ടത്തിൽ പിന്നെ ഭക്തർക്ക് പ്രവേശനാനുമതി നിഷേധിച്ചിരുന്നു. കാരണം അസുഖമാണെന്ന് അറിയണ്ട. നമ്മളതിനെ കളിയാക്കണ്ട. ഞാൻ പറയാം, യഥാർത്ഥത്തിൽ ദൈവം എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരുടെ അസുഖം മാറ്റുന്നവനും എല്ലാ നിലക്കും കഴിവുള്ളവരും ത്രികാലജ്ഞനൊക്കെ ആകണം. അതാണ് ദൈവം. പിന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസം കേട്ടോ. നമ്മളിപ്പം ഇനി അങ്ങനെ ആരെയും പരിഹസിക്കരുത്. നമ്മളെടുത്തുന്ന അങ്ങനത്തെ വാക്കുകൾ ഒരിക്കലും വരരുത്. പക്ഷെ അള്ളാഹ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. അള്ളാഹിനോടുകൂടെ അതെ ഞാൻ പറയേണ്ടത്, നമുക്ക് രോഗം ഉണ്ട് തന്നെ ന്യൂനതയാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയേണ്ടത് എന്താ? അള്ളാഹ്ക്ക് ഉണ്ടാവില്ല. അള്ളാഹുവിനക്ക് ഒരു ന്യൂനതയില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഒന്നല്ലെങ്കിൽ ഒന്നുണ്ടാവും. അതുകൊണ്ട് ആരെയും അള്ളാഹിന്റെ സ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റൂല. ഇപ്പൊ ഒരാള് മദ്യപാനി തന്നെ ആയിട്ട് ഒരാൾ തൗബ ചെയ്യാതെ മരിച്ചാല് എന്നാലും നരകത്തിലാണ് അറിയണ്ട. പറ്റുമോ? ഇപ്പൊ ഖുർആനിലെ ഒരു ആയത്തില് വഹുല്ലൂ മിൻ അസാവിറ മിൻ ദഹബ് എന്ന് പറയുന്നത്, അവര് സ്വർണത്തിന്റെ പിന്നെ വളകൾ ധരിപ്പിക്കപ്പെടും സ്വർഗത്തില്. മുത്തിന്റെയും ഒരായത്താണ്. നാളെ സ്വർഗത്തിൽ ആണുങ്ങൾക്കടക്കം നല്ല സ്വർണത്തിന്റെ നല്ല ചൊറുക്കുള്ള വളകൾ. സ്വർണത്തിന്റെ വള പറഞ്ഞാൽ വെള്ളിന്റെ ഉണ്ട്. വെള്ളി നമുക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയില്ല. അവിടെ നല്ല രസമുള്ള വെള്ളി, നല്ല സ്വർണം വളകൾ. നിങ്ങൾ ഒരുങ്ങിക്കോളി എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരുക്കാണ് ഒളു. ഒളുവിന്റെ പിന്നെ ഒളുവിന്റെ അവയവങ്ങളിലൊക്കെ ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്ന, നമ്മൾ തലയടിയുണ്ടല്ലോ, നമ്മുടെ തലയിൽ സ്വർണത്തിന്റെ കിരീടം ചൂടപ്പെടുന്നതാണ്. പക്ഷേ ആ ആയത്തിന്റെ വിഷയം അത് ഓതിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, ദുന്യാവുന്ന് സ്വർണം ധരിക്കുന്ന ആണുങ്ങൾക്ക് കിട്ടൂല ടോർ. നമുക്ക് സ്വർണം പറ്റൂല. അവിടെ പട്ടുണ്ട് എന്ന് പറഞ്ഞു, പട്ടിന്റെ വസ്ത്രം ആണുങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടുന്ന് പട്ട് ധരിക്കാൻ പാടില്ല. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം ആർക്കാണത് പറഞ്ഞത്? ആർക്കാണത്? അത് ദുന്യാവുന്ന് ഇത് ധരിച്ചിട്ട് പട്ടിന്റെ വസ്ത്രം ധരിച്ചു അല്ലെങ്കിൽ സ്വർണം ധരിച്ചു. പക്ഷെ തൗബ ചെയ്തിട്ടില്ലെങ്കിലാണ് പരലോകത്ത് ബ്ലോക്ക് ആക്കുക. തൗബ ചെയ്തവനാണെങ്കിൽ എന്ത് ചെയ്യില്ല, പരലോകത്ത് കിട്ടാക്കൂല. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഏത് തെറ്റുകളാണെങ്കിലും തൗബ ചെയ്ത് മടങ്ങിയാൽ അതിനൊരു പരിഹാരമുണ്ട്. ഇനി ഒരാൾ തൗബ ചെയ്തിരാന്ന് കൂട്ടുക, എന്നാലും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പടച്ചവന്റെ മഹലായ ഫദ്ലുകൊണ്ട് ഓന് തോന്നണ പുറത്തുകൊടുക്കണം. ശിർക്ക് ഓർക്കൂല എന്ന് അറിയണ്ട. ഒരാൾ ശിർക്കിലായി മരിച്ചാൽ ഉറപ്പിക്കാം, എന്നാലും ഇല്ല. അള്ളാഹു അല്ലാത്ത വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായാല് ആ വിശ്വാസത്തിൽ ഒരാൾ മരിച്ചാൽ ഓന് രക്ഷയില്ല. അത് ഉറപ്പാണ്. അള്ളാഹ്ക്ക് അത്രയും വെറുപ്പാണ്. എന്നാ അങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹു താല ഒരു കാര്യം പറഞ്ഞു, അള്ളാഹു അല്ലാത്ത വസ്തുക്കൾക്ക് ആരാധിക്കുന്നത് നിങ്ങളത് കണ്ടാല് അതിനെ നിങ്ങൾ ഒരിക്കലും കളിയാക്കരുത് എന്ന് പറഞ്ഞു. കളിയാക്കിയല്ല പ്രശ്നം എന്താ? അതൊക്കെ ഇന്ന് എത്ര ശ്രദ്ധയാലേ. എപ്പോൾ നോക്കി നിങ്ങൾ വിഷുവിൻ്റെ അന്ന് ചില മന്തി കച്ചവടക്കാര് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വെച്ച് മന്തിന്റെ മുന്നിൽ ഇരിക്കുന്ന ആ പോസ്റ്ററൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ അത് ചില ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കി. ആത്മാർത്ഥമായിട്ട് നമ്മളെ സഹോദര സമുദായത്തിലെ ആളുകൾക്ക് വലിയ വിഷമമുണ്ടാക്കി. പിന്നെ കത്തിക്കുന്ന ആളുകൾക്ക് ഓൽക്ക് ശ്രീകൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവർക്ക് എന്തെങ്കിലും ഒരു ഹേതു കിട്ടിയാൽ എന്ത് ചെയ്യണം, കത്തിക്കണം എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഓരോരോ കുട്ടികളെടുത്ത് വരുന്ന ഓരോരോ അബദ്ധങ്ങളോ എന്തൊക്കെ വഴികളുണ്ടെന്ന് പബ്ലിസിറ്റി കിട്ടാൻ. പക്ഷെ അവര് അങ്ങനെ ചെയ്തപ്പോൾ അതുകൊണ്ടുള്ള അവർക്ക് കോട്ടം മാത്രമല്ല, മൊത്തത്തിലല്ല, എല്ലാവർക്കും അല്ല. എല്ലാവരും കൂടി ഇങ്ങോട്ട് ഇളകിയില്ലേ? എല്ലാവരും കൂടി എന്ന് പറഞ്ഞാൽ തീവ്രവാദികളെല്ലാവരും കൂടി ഇളകി. അവസാനം ഇപ്പോൾ അറബി പേരുകളുള്ള ഫുഡുകളൊക്കെ ആ കടകൾക്കൊക്കെ പ്രത്യേകം NIA പരാതി കൊടുത്തിരിക്കുകയാണ്. അന്വേഷണം വേണം. അല്ലെങ്കിൽ തന്നെ നമ്മളെ പറ്റിയൊരു പരാതി ഉണ്ട്, ഇവർ വല്ലാതെ മന്തി കൊണ്ട് മുതലാളിമാരാകുകയാണ്. എൻ്റെ പെങ്ങളെ വീട്ടിലൊരു പരിപാടി ഉണ്ട്. അപ്പോൾ പോകുമ്പോൾ നമ്മളെ കൂടെ ഒരാളിനെ ഡ്രൈവറായിട്ട് പോകുന്നില്ല, ഹിന്ദുവായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ചെന്നപ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവന് കുറച്ച് മീനൊക്കെ ഉണ്ടാക്കിയിരുന്നു.
ഇപ്പോൾ ബീഫ് പറ്റൂലേ കാര്യം കേൾക്കും. അപ്പോൾ അവനോട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ഇതുണ്ട്, ചിക്കനും ഉണ്ട് അതുപോലെ തന്നെ ഫിഷും ഉണ്ട് കേട്ടോ, ബീഫ് പിന്നെ നിങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടാണ് അന്ന്. അപ്പോൾ അയാൾ അന്ന് ഉച്ച ബീഫ് മതിയായിരുന്നു, നിങ്ങളെടുത്തണിയാണ് പെരുന്തീറ്റ. അതാണ് ഇപ്പം അതിൻ്റെ അവസ്ഥ. അപ്പോൾ എല്ലാവരും കഴിക്കേണ്ടത് തന്നെയാണ്. കുറച്ച് ആളുകൾ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നമാക്കണം. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആ കോല ഇതും പോലെയാണ്, അത് തെറ്റായിപ്പോയി. നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, താങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്തായി, അവർ നമ്മളാ സഹോദരങ്ങൾ എത്തുന്നൊരു അബദ്ധം സംഭവിച്ചപ്പോൾ അവർക്കത് വലിയ നഷ്ടമായി. കാരണം അത് സ്ഥാപനത്തെ ബാധിക്കൂലേ, കേസും കൂട്ടാവൂലേ. നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എല്ലാവരും ഉണ്ടാവും. ഇപ്പം നമ്മളൊക്കെ എത്ര ശ്രദ്ധിക്കണം. ഇപ്പം ഞാനിപ്പോൾ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് മാത്രമല്ല പ്രശ്നം, ആ വേങ്ങരയ്ക്ക് എൻ്റെ ആളാണ് അയാൾ അറിയാം. അങ്ങളെയും ബാധിക്കുക. ഞാനൊരു പള്ളിയിൽ ഖതീബാണ്, അവിടെ ബാധിക്കുക. ഉസ്താദന്മാർക്ക് എല്ലാവർക്കും പ്രശ്നമാണ്, എല്ലാവരും. അപ്പോൾ ഞാൻ വാക്കുകളെ പറയും, എന്തിനാണ് നമുക്ക് എത്ര വിഷയം പറയാണ്ടത്. മറ്റുള്ള മതസ്ഥരായ ആളുകൾക്ക് പ്രയാസം വരുന്ന ഒരു വാക്കുണ്ടാകാൻ പാടില്ല, ഒരു വാക്കുണ്ടാകാൻ പാടില്ല, പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഓരോ സ്ഥാനത്തിരിക്കുന്നവർ ശ്രദ്ധിക്കണമല്ലോ. ഇപ്പോൾ DGP ആയിരുന്ന, പോലീസ് മേധാവിയായിരുന്ന ഒരു IPS-കാരി പോടാപ്പുല്ലേ പോലീസുകാരനെ മുദ്രാവാക്യം വിളിച്ചു. അത് ഭയങ്കര വിഷയമാവുമല്ലോ. കാരണം എന്താ, അതാ സ്റ്റാൻഡേർഡിന് ചോദിച്ചില്ല അല്ലോ. അവർ നേരത്തെ ഇരുന്ന് അവരെ പഴയ യൂണിഫോമിലൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ഇപ്പോൾ ചാക്കിരിയോടുണ്ട്, മൂപ്പർ അങ്ങനെ മുദ്രാവാക്യം വിളിച്ചാൽ ഞമ്മക്ക് എന്നൊരു ഇടങ്ങാറേ കാരണം വിളിച്ചൂല, ഒരു പക്വതയില്ലാതെയാണ് ചെയ്തത്. പിന്നെ നേരെ വിളിക്കല്ല. ഇന്നത്തെ കാലത്ത് പണ്ടത്തെ മാർക്കല്ലല്ലോ. പണ്ടൊക്കെ പറഞ്ഞാൽ അതങ്ങനെ അപ്പ കേട്ടാലേ കേൾക്കുള്ളൂ, പിന്നെ അതിന് എവിഡൻസ് ഒന്നും ഉണ്ടാവില്ല. ഇന്നെണ്ണ ഒക്കെ റെക്കോർഡാണ്. രണ്ടാൾക്കാർ പെരും വിളി വിളിച്ചു പോലീസിന്. ആ ഓലെടുത്തുനിന്ന് വരാൻ പാടില്ലായിരുന്നു. ഇതിപ്പോ ഞാൻ ഖാദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച പോലെയാണ്. ആ ഉസ്താദ്മാർക്കെതിരെ ഞാൻ മുദ്രാവാക്യം, മൂപ്പർക്ക് പാണ്ടില്ലേനൊന്നും തോന്നില്ലേ. ഓരോന്നിനോടത്തിന് കുറെ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. എന്ന പോലെ നമ്മൾ ഉത്തമ സമൂഹമാണ്, നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ള മതസ്ഥർക്ക് പ്രയാസം വരുന്ന ഒന്നും ഉണ്ടാകരുത്. നമുക്ക് ഇഷ്ടംപോലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ ഉണ്ടല്ലോ. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു അകത്ത് പള്ളിക്കകത്താണ് ഞാൻ ക്ലാസ് എടുക്കുന്നതെങ്കിലും പുറത്ത് കേൾക്കാവുന്നത് പറഞ്ഞാൽ മതി. പിന്നെ വേജാറില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനൊരു ആയത്തോളട്ടോ. ഇവിടെ ഇപ്പോൾ ശ്രീകൃഷ്ണന്റെ പേരിൽ പിന്നെ അവരെ മന്ദിന്റെ മുന്നിൽ എത്തി ഫോട്ടോ, അതാണിപ്പോൾ വലിയ വിവാദമായത്. വിവാദമാക്കണ്ടാലും നമ്മൾ പറയേണ്ട കാര്യമില്ല, അത് പാടില്ലായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹ് ഇറക്കിയ ഒരു ആയത്തുണ്ട്. അത് ഈ സമയത്ത് വളരെ ഫിറ്റാണ്. ഏതാ ആയത്തറിയങ്ങൾ? അൻആം സൂറത്തിലെ 108-ാമത്തെ ആയത്ത്, 141-ാമത്തെ പേജ്. بسم الله الرحمن الرحيم ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم كذلك زينا لكل أمة عملهم ثم إلى ربهم مرجعهم فينبئهم بما كانوا يعملون ولا تسبوا الذين يدعون من دون الله. അള്ളാഹുവിനെ കൂടാതെ ബഹുദൈവ വിശ്വാസികൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ഒരിക്കലും ചീത്ത പറയണ്ട, പരിയാസക്കയിൽ പെട്ടു, അങ്ങനൊന്നും ചെയ്യരുത്. എന്താ കാരണം? ഫയസുബ്ബുല്ലാഹ അദ്വം ബിഗൈരി ഇൽം, അറിവില്ലാതെ പോലെ അള്ളാനെ ചീത്ത അറിയും. അപ്പോൾ ഇവിടെ അതാ സംഭവിച്ചത്. അപ്പോൾ പോർക്കിന്റെ പരസ്യം കൊടുത്തിട്ട് അതിൽ എന്ത് ഈദുൽ ഫിത്റും ഇതൊക്കെ കൊടുത്തുകൊണ്ട് വേറെ പോസ്റ്റർ ഇറങ്ങി, അതും കേസായി. അപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അവഹേളനങ്ങൾ, പിന്നെ ഇതൊക്കെ കിട്ടാൻ വല്ലാതെ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. പറയാൻ പറഞ്ഞത് അറബി ഫുഡുകളൊക്കെ മൊത്തം പ്രശ്നമാക്കണം, അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ ഇറങ്ങിയല്ലോ ഉണ്ട്.
കദാലിക സയ്യന്നാ ലികുല്ലി ഉമ്മത്തിൻ അമലഹും. ഓരോ ജനപദത്തിനും അവരുടെ അമലുകളെ നാം അവർക്ക് അലങ്കാരമാക്കി കൊടുക്കും. സുമ്മ ഇലാ റബ്ബിഹിം മർജിഉഹും, അവരുടെ മടക്കം റബ്ബിലേക്കാണ്. ഫഇനബ്ബിഹും ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന് അല്ലാഹു തആല എന്തെയും അവർക്ക് പ്രതിഫലം നൽകും. അപ്പൊ ഇതൊന്നും ഇപ്പൊ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ, നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ പരിഹാസത്തിനോ മറ്റോ നിങ്ങൾ നീങ്ങരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി അത് മാത്രല്ല, നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ, മറ്റു മതസ്ഥരോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് വളരെ നല്ല രൂപത്തിൽ പറയണമെന്നാണ്. 287 പേജ് നോക്കി, ഇസ്രാ സൂറത്ത് 287 287. 287 ഇതില് 53 ആയത്ത്. ഇതൊക്കെ എന്തിനാ പറയേണ്ട? നിങ്ങൾ ഓരോ സമയം ഓരോന്ന് വരുമ്പോഴേ നമ്മളെ ചിന്തയിൽ വരണം. എന്നിട്ട് ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മളെ നിലപാട് ഇതാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. വകുല്ലി ഇബാദി യഖൂലു ലതീ ഹിയ അഹ്സൻ ഇന്നശ്ശൈത്വാന യൻസഗു ബൈനഹും ഇന്നശ്ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീനാ. വഖുൽ, നബിയെ അങ്ങ് പറയണം, ലിഇബാദി, എൻ്റെ അടിമകളോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? യഖൂലുൽ ലതീ ഹിയ അഹ്സൻ, അവർ ഉദാത്തമായ സംസാരമാണ് സംസാരിക്കേണ്ടത്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നല്ല വാക്ക് സംസാരിക്കണം, പ്രത്യേകിച്ച് പുറത്തുള്ള ആൾക്കാരോടാവുമ്പോൾ പ്രത്യേകിച്ച്. അല്ലെങ്കിൽ അവർക്ക് തെറ്റിദ്ധാരണ വരും. എന്താ കാരണം എന്നറിയങ്ങൾ? ഇന്നശ്ശൈത്വാന യൻസഗു ബൈനഹും, തീർച്ചയായിട്ടും പിശാച് അവർക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കും. ഇന്നശ്ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീനാ. ഈ ശൈത്താൻ എന്ന് പറയുന്നത് മനുഷ്യർക്ക് വ്യക്തമായ ശത്രുവാണ്. അപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് കത്തിക്കാൻ പിശാച് ശ്രമിക്കും. അങ്ങനെയാണ് അത് വലിയ വിവാദങ്ങളിലേക്കും കലാപങ്ങളിലേക്കും കുഴപ്പങ്ങളിലേക്കൊക്കെ പോവുക. അവിടെ നല്ല വാക്ക് പറയണം എന്നാണ്. ഇപ്പോൾ ഫിർഔന്റെ അരികിലേക്ക് മൂസാ നബിയോടെയും ഹാറൂൻ നബിയെയും അയക്കുമ്പോൾ അല്ലാഹു പറഞ്ഞെന്താ? ഫഖൂലാ ലഹും ഖൗലൻ ലയ്യിനാ. നിങ്ങൾ അയാളോട് സംസാരിക്കുക. അയാൾ വലിയ ധിക്കാരിയാണ്. ഇന്നഹു തഗ, അഹങ്കാരിയാണോ? പക്ഷേ ഫഖൂലാ ലഹു, നിങ്ങൾ രണ്ടാളും അവനോട് സംസാരിക്കണം. ഖൗലൻ ലയ്യിന, മൃദു ഭാഷയിൽ. അയാൾ പലതും പറയും, നിങ്ങൾ നല്ലൽക്ക് പറഞ്ഞാൽ മതി കേട്ടോ. ഇബ്രാഹിം നബിയോട് എന്താ പറഞ്ഞത്? തൻ്റെ കുടുംബത്തെ ഉപദേശിക്കാൻ പറഞ്ഞ ആസറിനെ ഉപദേശിച്ചപ്പോൾ ആസർ ഭയങ്കര ചൂടായി, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ പിന്നെ അദ്ദേഹം വളരെ മാന്യമായ രൂപത്തിൽ എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്ത്. നമ്മളെടുത്ത് തരണ്ട, പറയേണ്ടടുത്ത് നമ്മൾ പറയണം. പക്ഷെ അതിന് അതിൻ്റെതായ രീതിയിൽ തെറ്റിദ്ധാരണ വരാത്ത രൂപത്തിലാകണം. നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചാലും ഇന്ന് നമുക്കറിയാലല്ലേ. എന്നാലും ഇതൊക്കെ എന്തിനാ നമ്മൾ ശ്രദ്ധിക്കേണ്ട അറിയങ്ങൾ? ശ്രദ്ധിച്ചാൽ നമ്മളെ മതം പറഞ്ഞെടുത്ത് നമ്മൾ നിന്നോ, പൊതുസമൂഹം നമ്മൾ അംഗീകരിക്കും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമ്മളെ സ്കൂളിൽ അധ്യാപകന്മാർ അപകടത്തിൽപ്പെട്ടു. അതുപോലും അവരുടെ വേഷം നോക്കിയിട്ട് അത് നന്നായി എന്ന് ഫേസ്ബുക്കിൽ എഴുതി എന്ന് പറയുമ്പോൾ ചെറിയ വ്യാജ ഐഡിയിലൊക്കെ എഴുതലുണ്ട്. എന്നാലും എഴുതേണ്ട ആൾക്കാരുണ്ടല്ലോ, ഒറ്റക്കെ മനസ്സ്. ഇത് വ്യാജമൊന്നുമല്ല, ഒറിജിനൽ തന്നെ. പിന്നെ അയാൾ മാപ്പ് പറയണം, ഞാൻ നല്ല മദ്യപിച്ചിരുന്നു. എന്നാലും അയാൾക്ക് ഈ വർഗീയത പറയാൻ അത് ഭയക്കാതെ പറയണ്ട. അതിലൊരു ഭയവുമില്ല എഴുത്തിലൊന്നും. പറയണ്ടോ, ഞാൻ മദ്യപിച്ച് പറഞ്ഞാണ്, സോറി, മാപ്പ്. ഒരു മാപ്പും കൊടുക്കരുത്. കായികമായിട്ടൊന്നും നേരിടണ്ട, ഒന്നും ചുരിശാനും വേണ്ട, ഒന്നിനും വേണ്ട. അപ്പോൾ പാടി ജോലിയും കൊടുക്കണ്ട. അത്ര മാനസികമായിട്ട് കടുമ്പ് കാണിക്കുന്നവർക്കുള്ള വഴി അതാണ്.
അതിന് ക്യാമ്പയിനൊന്നും ആചരിക്കേണ്ടതില്ല. ഓരോരുത്തരും ഒന്നാണ് ശ്രദ്ധിച്ചാൽ അവരൊന്നും ഇവിടെ ഇരുതേ മരിച്ചാലേ നമ്മൾ ഇപ്പോൾ വെടിക്കെട്ട് ദുരന്തമുണ്ടായി. ആരെങ്കിലും നമ്മളാരെങ്കിലും എന്നെ കളിയാക്കിയോ? കളിയാക്കൂലല്ലോ. ഏതേലൊക്കെ വ്യാജത ഉണ്ടാക്കിയിട്ട് ശത്രുക്കൾ തന്നെ നമ്മളെ പേരിൽ ആരെങ്കിലുമൊക്കെ കൊടുത്തൽ രായിന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആരും അതിന് നിൽക്കൂല. കുലാന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അവർ നോക്കി നിങ്ങൾ നേരെ കയ്യിലൊരു ഉറ പോലും ധരിക്കാതെയാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ രീതി അങ്ങനെയാണ്. ആളുകൾ പല തട്ടിലാണല്ലോ. ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഇപ്പൊ സെപ്റ്റിക് ടാങ്ക് അത് വൃത്തിയാക്കുന്ന സഹോദരങ്ങളും ഉണ്ടല്ലോ. അതൊരു ജോലിയല്ലോ. ആരും നമ്മൾ അവഗണിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം വേണമല്ലോ നടക്കുക. പടച്ചോൽക്ക് അങ്ങനെ കണക്കാക്കി എന്ന് പറഞ്ഞമാർക്ക് ഈ സഹോദരൻ ഇതൊക്കെ ഒരു അപകടം പിടിച്ച ജോലിയാണെന്ന് അവർക്ക് അറിയാത്തതുകൊണ്ടല്ല. അങ്ങനെയും കുറേ ജീവിതം കഴിയാണ്, കുടുംബം കഴിയാണ്. നിങ്ങൾ നോക്കൂ, അങ്ങനെ ഒരു ദുരന്തം നടന്നപ്പോൾ ആദ്യത്തെ സഹായം ഒരു മുസ്ലിമിൻ്റെതാണ്, യൂസുഫ് അലിൻ്റെ ആണ്. അത് കഴിഞ്ഞിട്ടാണ് വേറെ ചിലരൊക്കെ ഇനിയിപ്പോൾ ഉണരണം എന്നൊക്കെ പറയുന്നവരും ഉണർത്തുന്നവരൊക്കെ ഉണ്ടെങ്കിലും വർഗീയത പറയാന്നല്ലാതെ ഒരു ഉറുപ്പ്യ കൊടുക്കാൻ ആരുമില്ലായിരുന്നു. യൂസുഫ് അലി സാഹിബ് പ്രഖ്യാപിച്ചു ആത്മാർത്ഥമായിട്ട്, ഇവർക്കൊരു വിഷയമല്ല, ഇവരുടെ ജാതി മതം നോക്കിയിട്ടല്ല. അപ്പൊ ചിലർക്കൊക്കെ ഒരു പോരായ്മ, മോശമായല്ലോ. അപ്പൊ ചിലരൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കൊടുക്കും അറിയില്ല. കാരണം സ്വർണം പൂശിയ സാധനങ്ങൾ കൊടുന്ന് സ്വർണ്ണം അന്നാണ്ട് കമ്മ്യൂണിറ്റി പോയാലൊക്കെയാണ്. പേരൊന്നും നമ്മൾ പറയണില്ല, കേസ് വരൂലല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം, അതൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തണ്ടേ. നമ്മളങ്ങനെയൊക്കെ ചെയ്താലും ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ വെറുതെ ഇല്ലാത്തത് പറയും. എത്രത്തോളം നന്നാൽ ഇപ്പോൾ ഒരുത്തൻ പറയണേ, ഒരുത്തൻ ചാനൽ ചർച്ചയിൽ പറയണേ, പിന്നെ നമ്മൾ ദേവസ്വം ബോർഡിൽ ഞമ്മക്കും അവകാശം കിട്ടണമെന്ന് നമ്മൾ വാദിക്കുന്നുണ്ട്. നമുക്ക് പള്ളി മദ്രസയിൽ നടത്താൻ തന്നെ ഇടങ്ങാറായിക്കാണ്. ഇടങ്ങാറല്ല, അതിനെ നേരെ കിട്ടണില്ല. അപ്പൊ രാഹുൽ ഈശ്വരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പച്ച എന്നോണ, 99 അല്ല 100% എന്നോണ. അങ്ങനെ ഒരു സംഗതി ഇല്ല. കാരണം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഓൽക്ക് ഓല പള്ളി മദ്രസയും കാര്യങ്ങളും ഇഷ്ടം പോലെ. അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ അമ്പലം കൂടി ഞങ്ങൾ നോക്കണം എന്നോലും പറയില്ല, വെറുതെ പറയണം. അപ്പൊ എന്താ ഇവരിങ്ങനെയൊക്കെ പറയേണ്ട അറിയില്ല. ഒരു എവിഡൻസും ഇല്ല, ഡാറ്റ ഇല്ല, അതെന്ത് ചെയ്യാ പറയാം. അപ്പോൾ അതിനൊക്കെ അങ്ങനത്തെ വാദങ്ങൾക്കും കാര്യങ്ങൾക്കും നമ്മൾ വ്യവസ്ഥാപിതമായിട്ട് പലതും ചെയ്യേണ്ടതെന്ന് അറിയിക്കുന്നതിന് വളം കൊടുക്കുന്നതാണ് നേരത്തെ ഇറങ്ങിയ പോസ്റ്ററൊക്കെ. ചെറിയ അബദ്ധങ്ങളാണ്, ഒരു വെറൈറ്റി ആക്കിയതേ കാരണം. നമ്മളത് അബദ്ധാന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ചെയ്തറിയും. അബദ്ധോ, എന്താ അബദ്ധം എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു ബൗദ്ധ സമൂഹത്തിലായതുകൊണ്ടെന്നില്ല ഖുർആൻ നേരെ പറയാം. ഖുർആൻ നേരെ പറയല്ലേ, നിങ്ങൾ മറ്റുള്ളവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ അതിനെ ചീത്ത പറയാനോ, ചിലപ്പോൾ അതിൻ്റെ ആ പിന്നെ ബുദ്ധിശൂന്യത കാണുമ്പോൾ, പൊട്ടത്തരം കാണുമ്പോൾ പറയാൻ തോന്നും ചിലതൊക്കെ. എന്നാലും നിങ്ങൾ കളിയാക്കാൻ പോണ്ട, ഒരു വിവരമില്ലാതെ തിരിച്ചു പലതും പറയും. അപ്പോൾ അതിന് നിൽക്കണ്ടാന്ന്. പിന്നെ ഇതൊക്കെ തീരുമാനാക്കുന്നത് അള്ളാഹുവാണ്. നമ്മൾ കാര്യങ്ങൾ വ്യവസ്ഥാപിതമായ രൂപത്തിൽ പ്രബോധനം ചെയ്താൽ മതി. അതുകൊണ്ടാണല്ലോ സഫാ മർവന്റെ അടിയിൽ 2 പ്രധാന വിഗ്രഹങ്ങളുണ്ടായിരുന്നു. 2 പ്രധാന വിഗ്രഹങ്ങൾ. ശരിക്കത് വിഗ്രഹങ്ങളല്ല, കഅബാലയത്തിന്റെ അരികെ വെച്ചിട്ട് വ്യഭിചാരം നടത്തിയ ആൾക്കാരെ, 2 ആൾക്കാരെ പടച്ചവൻ എന്ത് ചെയ്തു? സ്ഥലകാലം മറന്നതുകൊണ്ടേ അവരെ കല്ലാക്കി മാറ്റി ഓരോ കോലത്തിൽ. ഇത് സഫാ മർവന്റെ അടി കൊണ്ടുപോയി വെച്ചിട്ട് ആരാധിക്കാൻ തുടങ്ങി. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് സഹാബിമാർക്ക് സഴി ചെയ്യുമ്പോൾ ഒരു മടി, ഇതൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ചില ആൾക്കാർ സഴി വേണ്ടായിരുന്നു. അപ്പോഴാണ് അള്ളാഹ് പറഞ്ഞത് ഇന്ന സഫാ വൽ മർവത മിൻ ശാഇരില്ല. അത് അള്ളാഹിന്റെ ചിഹ്നമാണ്, നിങ്ങൾ അയക്ക് നോക്കണ്ട, നിങ്ങൾ ചെയ്തോളിയാറ്. അള്ളാഹ്ക്ക് അത്രക്കും വെറുപ്പുള്ളതാണ് ഈ വിഗ്രഹാരാധന. എന്നിട്ടും തൗഹീദിന്റെ ഈറ്റില്ലമായ കഅബയുടെ ഉള്ളിലും പുറത്തുമായി 360 ഉണ്ടാക്കി വെച്ചു. സഫാ മർവന്റെ അടിയിൽ വേറെ എന്തേനെ വിധങ്ങൾ പെട്ടെന്നാണ് പൊട്ടിത്തെറിച്ച് ചൂടായി. അലി റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിനൊക്കെ ഉപയോഗിച്ചത് നീക്കാതിരുന്ന എന്തേ നീക്കാതിരുന്ന സംഘർഷം ഒഴിവാക്കി. അല്ലെങ്കിൽ എവിടെയാണ് നാട്ടിയ കഅബയിലെ, അത് ഇരുമ്പും ചെമ്പും ഒരുക്കിയിട്ട് പെട്ടെന്ന് ആർക്കൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുക. അങ്ങനെ പോലെ ഉണ്ടാക്കി വെച്ചു. അവസാനം മക്കത്തുനിന്ന് ഹിജ്റ പോകേണ്ടി വന്നു. പിന്നെ 8 കൊല്ലം കഴിഞ്ഞിട്ടാണ്
ഒരു കുഴപ്പമില്ലാത്ത രൂപത്തിൽ ശുദ്ധീകരിച്ചു. എന്താ അത്ര നേരം കാത്തുന്നത്? നമ്മൾ സമാധാനത്തിനെ പറ്റി പറഞ്ഞാൽ ആൾക്കാർക്ക് ചിലർക്കൊരു കളിയാക്കല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, December 6 വരുമ്പോഴൊക്കെ ആദ്യകാലത്ത് ഇങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നീന്ന് പറഞ്ഞു നമ്മൾ എന്തെങ്കിലും പറയുണ്ടാക്കാൻ. പിന്നെ അങ്ങനെ കൊല്ലം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഇവിടെ 10-30 കൊല്ലം പുറത്തേക്ക് പോകുന്നപ്പോൾ പറ്റവും മറന്നു. December 6 മറന്നു നമ്മൾ. അന്നൊക്കെ പള്ളിയിൽ നിന്ന് പറയും. അപ്പോൾ ഞാനൊരിക്കൽ എങ്ങനെയായാലും നമ്മൾ സമാധാനത്തിൻ്റെ വഴിയെ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ജുമേറിഞ്ഞിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്നു. അയാൾ കണ്ണീരൊക്കെ ഒലിപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞത്, നിങ്ങളെപ്പോലത്തൊന്നും ഉസ്താദേ ഇങ്ങനല്ല പറയേണ്ടത്, നിങ്ങൾ യുദ്ധത്തിനാണ് ആഹ്വാനം ചെയ്യണം, അതാ വേണ്ടത്. അത്രക്കും പ്രതിസന്ധി ഉണ്ട് നമുക്ക്, നിങ്ങൾ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യണം, നിങ്ങൾ ഈ സമാധാനം എന്നൊക്കെ പറഞ്ഞ് മൂപ്പരിങ്ങട്ട് വികാരഭരിതനായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ മൂപ്പരെ ഇരുത്തി അവിടെ. എത്രത്തോളം എന്നാണ്, ഞാൻ കസാരയിലായിരുന്നില്ല. ഒരു കസാര ഞാൻ പള്ളീൻ്റെ റൂമിലുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മൂപ്പരെ അടിയിരുത്തി, ഞാനും കൂടി അടിയിരിക്കുന്നു മൂപ്പരെടുത്ത്. നിങ്ങൾ ഇരിക്കുക. ഒരു അത്രയും ചൂടിലാണ്. ഞാൻ മൂപ്പരോടെ കുറച്ച് നർമ്മം കലർത്തിയിട്ട് വന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത ആഴ്ച യുദ്ധത്തിന് ആഹ്വാനം ചെയ്യാം. അടുത്ത വെള്ളിയാഴ്ച നിങ്ങളുണ്ടാവും എൻ്റെ ഒപ്പം യുദ്ധം ചെയ്യാന്ന് ചോദിച്ചു. ആ മൂപ്പരുണ്ടായിരുന്നു, ഇച്ച് ചെറിയ കുട്ടികളാണ്. മറക്കൂല അത്, ഞാൻ മറക്കൂല. അയാൾ ആ പറഞ്ഞൊന്നും എൻ്റെ മനസ്സൊന്നും പോകില്ല, വല്ലാത്ത വിറ്റായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ആളങ്ങൾ ഇന്നെ പുളിമ കയറ്റിക്കാണ്ട്. ഞാൻ പറഞ്ഞു അയാൾ കരഞ്ഞൊക്കെ ചെയ്താ. പിന്നെ മൂപ്പരന്നെ ആകെ കുടുങ്ങിൻ്റെ അടുത്ത്. ഞാനും കുടിക്കുക തന്നെയാണ്. ഞാൻ പറഞ്ഞു, നല്ല ആളങ്ങൾ, നിങ്ങൾ ഇന്ന പുളിമ കയറ്റിക്കാണ്ട് യുദ്ധത്തിനാണ് ചെയ്യുന്നത്, നിങ്ങൾ കുട്ടികളുണ്ട്, നിങ്ങൾ പോരൂല്ല. ഇതാണ് ഇപ്പം എല്ലാവരെയും അവസ്ഥ. എന്നാൽ മൂപ്പര നിങ്ങൾ ഇതുവായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ വേഗം പോയി. ഇതാണ് അവസ്ഥ. എല്ലാവരും പറയും, കാര്യത്തിനോട് എടുക്കുമ്പോൾ ആരും ഉണ്ടാവില്ല. ഇവർ പറയും പോലെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? ചായപ്പൊടി കുത്തന്ന് പറയും പോലെയാണോ? അല്ലല്ലോ. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടല്ലേ? അപ്പം അതിൻ്റെ കാര്യം അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ വളരെയധികം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ എന്നോട് ഇങ്ങനെ ഒന്ന് പറയും, ഞാൻ കാനഡയിൽ പോവുകയാണ്. ചിലർ പഠിക്കാൻ കൊണ്ടുപോലേക്കാരം, ചിലർ ജോലിക്ക് കൊണ്ടുപോലേക്കാരം. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പേരൊക്കെ മുഹമ്മദ് കൂട്ടിയ പേരേക്കാരം. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒന്നിൽ ഇടപെടരുത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോഴേ നമ്മളെല്ലായിടത്തും ആളാകാൻ വേണ്ടി അതൊന്നും ചെയ്യരുത്. അതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്തെ കാലഘട്ടം. നമ്മളൊക്കെ നിരീക്ഷണത്തിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ട് മറ്റുള്ളവർ കുടുങ്ങുന്നൊരവസ്ഥ, നമ്മളും കുടുങ്ങും മറ്റുള്ളവരും കുടുങ്ങും, തെറ്റിദ്ധാരണ വരും. അതുണ്ടാകുന്നത് വളരെ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു കൊടുക്കലാണ്. നമ്മളെല്ലാ കാര്യം എവിടുന്നാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമ്മളിപ്പോൾ അത് കുടുങ്ങുന്ന എഴുതിയിട്ടല്ല, നമ്മളെ ദീന് പറയുന്നു അങ്ങനെയാണ്. കുഴപ്പവും കാര്യങ്ങളും ഒന്നിനും പരിഹാരമല്ല. അതുകൊണ്ടാണ് നിബിധങ്ങളന്ന് ക്ഷമിച്ചത്. ആ ക്ഷമക്കൊക്കെ നല്ല കൂലിയും കിട്ടി. അതിനൊക്കെ പിന്നീട് നമുക്കൊരു സന്തോഷമുണ്ടായി, വലിയ സന്തോഷം ഉണ്ടായത്, വലിയ സന്തോഷം. നമ്മളെ ആത്മാഭിമാനം മുഴുവനും നഷ്ടപ്പെടുമോ എന്ന് സ്വഹാബത്തിന് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ ഒരേ ഒരു രംഗാണ് ഹുദൈബിയ സന്ധി. എന്താ നിങ്ങൾ പറയണ്ടേ? ആ വ്യവസ്ഥ ശത്രുക്കളോട് തയ്യാറാക്കുമ്പോഴേ ഉംറക്ക് പോയിക്കാണ്ട് പറ്റൂല, മടങ്ങി പോകണമെന്ന് പറയണം. ആയിക്കോട്ടെ ഞങ്ങൾ പൊയ്ക്കോളാം അറിയണം. ആയിക്കോട്ടെ ഞങ്ങൾ പൊയ്ക്കോളാന്നുള്ള തന്നെ ഓൽക്ക് വിഷമാണ്. പിന്നെയാണ് ആ കരാറിൻ്റെ മുകളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അലി റളിയല്ലാഹു അൻഹു എഴുതിയപ്പോൾ റഹ്മാനും റഹീമും അവിടെ പറ്റൂലായിരുന്നു. റസൂൽ പറഞ്ഞത് വെട്ടാൻ പറഞ്ഞു. അള്ളാഹ് റഹ്മാനും റഹീമാണെന്ന് വിശ്വാസമില്ല, അതിൽ വെട്ടി. പിന്നെ മിൻ മുഹമ്മദിൻ റസൂലില്ലാന്ന് എഴുതിയപ്പോൾ റസൂലുള്ള വെട്ടണം, മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാന്ന് എഴുതിയാൽ മതിയാണ്. റസൂൽ പറഞ്ഞത് വെട്ടാൻ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ള എന്നുള്ള വെട്ടാൻ എന്നെ കൊണ്ട് കഴിയൂലാണ്. ആദ്യമേ വെട്ടി മാറ്റിയത്, ഇനി വെട്ടാൻ കഴിയൂല. റസൂലാണ് വെട്ടിയത്. ഇതൊക്കെ നമ്മളെ അഭിമാനം നഷ്ടപ്പെടാൻ തോന്നി. പിന്നെ പറയാ, ഇക്കൊല്ലം ഉംറ ചെയ്യാതെ എല്ലാവരും ഇവിടുന്ന് ഉദയബിന്ന് മദീനത്തേക്ക് തന്നെ പോകണം, അടുത്തെല്ലാം വന്നോളിയാണ്. ഓക്കെ, നമ്മൾ സ്വീകരിച്ചു പറഞ്ഞു. പിന്നെ പറഞ്ഞു, മക്കത്തുനിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് മദീനത്തേക്ക് വന്നാൽ ഓലെ സ്വീകരിക്കാതെ ഞങ്ങൾക്ക് തന്നെ വിട്ടരണം. ഞങ്ങളെ ഭാഗത്തുനിന്ന് ആരെങ്കിലും, നിങ്ങളെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ വിട്ടുതരൂല്ല. ഇതൊരു വല്യം പറഞ്ഞമാർക്കാണ്. ഇത് അതിലൊക്കെ കുറേ ചക്കുണ്ട്, അപ്പോൾ വെറുതെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ വല്യമ്മ പറയാണ്, ഇത്ര ചക്ക വെറുതെ പോകേണ്ട, ഇവിടെ ഒറ്റ പിലാവും ഇല്ല, കുറച്ചൊന്ന് അങ്ങോട്ട് വന്നൂടെ. അപ്പോൾ ഓല് ചോദിക്കുകയാണ്, അപ്പോൾ വല്യമ്മ നിങ്ങൾക്ക് കുറേ മാങ്ങണ്ടല്ലോ, നിങ്ങൾ ഇങ്ങോട്ടും തരുന്നില്ലല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് തരണ്ടേ, അപ്പോഴെല്ലാം അങ്ങോട്ട് തരിക. അപ്പോൾ ആ വല്യമ്മ പറയാണ്, ഞങ്ങൾ തരുന്നില്ല കരുതിയിട്ട് നിങ്ങൾക്ക് വന്നൂടെ. ഇതേ പരിപാടിയാണ് ഇവര്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ്, നിങ്ങൾ അള്ളാന്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു. ഉമർ സ്ട്രോങ് ആയി. നബിനോട് ചോദിച്ചാണ്, എന്ത് തീരുമാനം അത്, നിങ്ങൾ അള്ളാന്റെ റസൂൽ എന്നല്ലേ? നബി അപ്പോഴൊന്ന് പുഞ്ചിരിച്ചു.
അവസാനം വ്യവസ്ഥ ഒപ്പിട്ട് കൈമാറി നമ്മൾ തിരിച്ചു പോരുമ്പോൾ എല്ലാവരും വിഷമത്തിലാണല്ലോ. അതിൽ അള്ളാഹ് ഇറക്കി ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന. ഞാനിവിടെ വരുമ്പോൾ സലാമാക്കാക്ക് ഓർമ്മ ഉണ്ടോ? നമ്മൾ ഏത് സൂറത്ത് വന്നാ തുടങ്ങിയത്? അവിടുന്നല്ലേ? കല്ല ഓർമ്മ ഉണ്ട്. ഇന്നാ ഫതുഹുൽ ഫുതൂഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഫതുഹുൽ ഫുതൂഹ് എന്ന് പറഞ്ഞാൽ വിജയങ്ങളുടെ പ്രോത്സാഹനം എന്നാണ്. മുത്തുനബിയുടെ ആ വിട്ടുവീഴ്ച മനോഭാവം അതാണ് ഈ സർവ്വ വിജയത്തിനും കാരണം എന്നാണ് ഖുർആൻ പറയുന്നത്. അതാണ് ഇസ്ലാമിന്റെ നയം. ചിലത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഇപ്പൊ ബദറിൽ നമ്മൾ ഏറ്റുമുട്ടി, ഉഹദിൽ നമ്മൾ ഏറ്റുമുട്ടി, അങ്ങനെ പല മുഹൂർത്തത്തിൽ ഏറ്റുമുട്ടി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. വിട്ടുവീഴ്ച ചെയ്യേണ്ടതൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം. ഇത് മതം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് വിജയങ്ങളുടെ ഒരു ഉദ്ഘാടനമായിരുന്നു അതെന്നാണ്. ആ ആയത്തന്നെ ഇറങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ കരഞ്ഞു, റബ്ബേ എങ്ങനെയൊക്കെ സംഗതിയിലായി. ഞാൻ ദീർഘമായി അപ്പുറത്തേക്ക് ചിന്തിക്കാതെ ഞാൻ നബിയോട് തട്ടിക്കേറിയല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു അതിൻ്റെ ശേഷം ഏറ്റവും കൂടുതൽ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയെന്ന ജീവിതാവസാനം വരെ. എന്ത് കാരണത്താൽ? ഞാൻ നബിയോട് അങ്ങനെ ചോദിച്ചില്ലേ. നബിക്ക് അതിലൊരു വിഷമം ഉണ്ടായിട്ടില്ല. അള്ളാന്റെ തിരുദൂതർക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ല, ഒരു വിഷമം ഉണ്ടായിട്ടില്ല. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ആ ഈമാൻ കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത്. എന്നിട്ടും അദ്ദേഹത്തിന് വിഷമായി, ഞാനങ്ങനെ തട്ടിക്കേറിയില്ലേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഉത്തരവാദപ്പെട്ടൊരു കാര്യം പറയുമ്പോൾ ചെറുപ്പക്കാർ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അത്ര തന്നെയാണ് തിരിഞ്ഞോളന്നില്ല. കുറെ കഴിയുമ്പോഴാണ് പറയാൻ നന്നായിട്ടോ, അത് നന്നായി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞതാണ്. ഓരോ വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നോക്കൂ, അപ്പോൾ പിന്നെ വിഗ്രഹാരാധന പറ്റിയാ പറഞ്ഞത്. നമുക്കത് ഒരിക്കലും പറ്റൂല. അല്ലാഹു തആല ഒരിക്കലും പൊറുക്കൂല, ഒരിക്കലും പൊറുക്കൂല. ഞാൻ ചെയ്യണ്ടല്ലോ, കളിയാക്കാനൊന്നും പോകണ്ട. അതിൻ്റെതായ രീതിയിൽ പ്രബോധനം ചെയ്താണ്. ഇനി നോക്കൂ, വീണ്ടും അല്ലാഹു പറയാണ്. അപ്പോ മഹാനായ ഈസ നബി പറയാൻ കൊട്ടും യോജിച്ചതല്ല. മാത്രല്ല, ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംതഹു, ഞാനെങ്ങാനും എനിക്കും എൻ്റെ ഉമ്മാക്കും ആരാധിക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ റബ്ബേ നീ അതറിയുമായിരുന്നു. കാരണം തഅലമു മാ ഫീ നഫ്സി, എൻ്റെ ഉള്ളിലുള്ളത് നീ അറിയും. വലാ അഅലമു മാ ഫീ നഫ്സിക, നിന്നിലുള്ളത് എനിക്കാവട്ടെ അറിയാൻ കഴിയൂലല്ലോ. അങ്ങനെയല്ലേ സത്യാവസ്ഥ? നമ്മളതൊക്കെ അറിയല്ലോ. എന്നാ നീ എന്തൊക്കെ ചെയ്യാതൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഇന്നക്കാൻ തഅലമുലോയോ, പടച്ചോനെ നീ എല്ലാ ഗൈബുകളും അറിയുന്നവനാണല്ലോ. മാത്രമല്ല ഈസാ നബി വീണ്ടും പറയാണ്, മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല റബ്ബേ ഇല്ലാ മാ അമർതനീ ബി, ഏതൊന്നുകൊണ്ട് നീ എന്നോട് കൽപ്പിച്ചുവോ അതല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അതെന്താ? അനിഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും, നിങ്ങളുടെയും എന്റെയും റബ്ബായ അല്ലാഹ്ക്ക് നിങ്ങൾ ആരാധിക്കണം. അത് പറയാനാണല്ലോ നീ എന്നെ പഠിപ്പിച്ചത്. അത് റബ്ബേ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. വകുന്തു അലൈഹിം ഷഹീദാ, ഞാൻ അതിന് അവർക്ക് സാക്ഷിയായിരുന്നു. മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ജീവിക്കുന്ന കാലത്തൊക്കെ. ഫലമ്മാ തവഫൈതനി കുന്ത അൻതർ റഖീബ്, ഫലമ്മാ തവഫൈതനി, നീ എന്നെ പിടിച്ചെടുത്തപ്പോൾ കുന്ത അൻതർ റഖീബ അലൈഹിം, പിന്നെ നീയാണ് അവരുടെ നിരീക്ഷകന്. വ അൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹുവേ നീ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണല്ലോ, നീ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണല്ലോ. അതായത് ഈസാ നബി പറയാണ്, പടച്ചോനെ നീ എന്താണോ എന്നോട് കൽപ്പിച്ചത് അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്ക് മാത്രം ആരാധിക്കണം, എൻ്റെ റബ്ബ് അവനാണ്, നിങ്ങളെ റബ്ബും അവനാണ്, ഇത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല ഞാൻ അവരിൽ ജീവിച്ച കാലത്തൊക്കെ അതിന് സാക്ഷിയാണ്. ഫലമ്മാ തവഫൈതനി, ഇവിടെ ക്രിസ്ത്യാനികളെ അർത്ഥം വെച്ചെന്താ അറിയോ? ഫലമ്മാ തവഫൈതനി, നീ എന്നെ മരിപ്പിച്ചപ്പോൾ
പിന്നെ നീയാണ് നിരീക്ഷകൻ. അപ്പോൾ ഈസാ നബി ക്രൂശിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുരിശിൽ തറക്കപ്പെട്ട് അങ്ങനെ മരിച്ചു എന്ന് പറയുന്നത്, പിന്നെ രക്തസാക്ഷിയായി എന്നുള്ളത് അവർ പറയുന്നത് ഖുർആനും പറയുന്നു എന്നാ പറയണ്ടത്. അല്ലല്ല, അവിടെ പിടിച്ചെടുക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അത് ഖുർആനിലൊരിക്കലും ഒരു വാക്കിപ്പോ വദ്രിബ് ലഹും എന്ന് പറഞ്ഞാൽ നബിയെ അങ്ങ് അവർക്ക് വിവരിച്ചു കൊടുക്കുമെന്നാണ്, അല്ലാതെ വദ്രിബ് ലഹും അവരെ പിടിച്ച് തച്ചോളി എന്നല്ല. കുറേ വാക്കുകൾ അങ്ങനെയുണ്ട് അല്ലേ? കുറേ വാക്കുകളുണ്ട്. ഫഅ്ബുദ് റബ്ബക, നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം. ഹത്താ യഅതിയകൽ യഖീൻ. യഖീന്റെ അർത്ഥം എന്താ? ഉറപ്പ്, ദൃഢത. അപ്പൊ നേരെ പദാനുപദ അർത്ഥം വെക്കുകയാണെങ്കിൽ എന്താ അർത്ഥം വരിക? ആകെ പ്രശ്നമാവും. ദൃഢത വരുന്നത് വരെ, അള്ളണ്ട് എന്നുള്ള ഉറപ്പ് വരുന്നത് വരെ ആരാധിച്ചോളൂ. ഉറപ്പായാൽ ആരാധന വേണ്ടാന്ന് വരും. നമുക്ക് ഉറപ്പായ ആരാധന കൂടുതൽ ചെയ്യാം. അപ്പൊ അവിടെ യഖീൻ എന്തെല്ലാം അർത്ഥം? ഉറപ്പ് എന്നല്ല, മൗത്ത് എന്നാണ്. എന്നാ ബന്ധം ഉണ്ടാവും. ബന്ധം എന്താ? ഉറപ്പായിട്ടും വരുന്നൊരു സംഗതി ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായിരുന്നാലും വരും. അത് ഖുർആൻ വേറെ സ്ഥലത്തും പറയുന്നു. നരകത്ത് കിടന്ന ആളുകളോട് ചോദിക്കും, എന്തെങ്കിലും നരകത്തിലെത്തിയത്? അപ്പൊ എന്താ പറയാ? ലം നകു മിനൽ മുസല്ലീൻ, നിസ്കരിച്ചിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, നിങ്ങൾ പാവങ്ങൾക്ക് ആഹാരം കൊടുത്തില്ല. ദുനിയാവുന്നു പിശുക്ക് കാണിച്ചു. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ഞങ്ങൾ തെറ്റിൽ മുഴുകിയവരോട് കൂടെ ഞങ്ങളും തെറ്റിൽ മുഴുകി. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഞങ്ങൾ പ്രതിഫലദാന ദിവസത്തെ ഞങ്ങൾ കളവാക്കി. ഏതുവരെ? ഹത്താ അതാനൽ യഖീൻ, മരണം വരുന്നത് വരെ. അവിടെ യഖീന് ദൃഢത നേരെ നിഘണ്ടുവിലർത്ഥം വെച്ച ആകെ വയ്ക്കൂലേ? നരകത്ത് കിടക്കുന്ന ആൾക്കാർ പറയാണ്, ഞങ്ങൾക്ക് ദൃഢത വരുന്നത് വരെ അങ്ങനെയേനു, വന്നപ്പോ ഞങ്ങൾ നന്നായി, ഇങ്ങോട്ട് നരകത്തിലായി വരൂലേ? അപ്പൊ അവിടെ അതല്ല, മരണം വരെ ഞങ്ങൾ നിസ്കരിച്ചില്ല, മരണം വരെ ഞങ്ങൾ എന്ത് ചെയ്തില്ല, പിന്നെ പാവങ്ങളെ സഹായിച്ചില്ല, മരണം വരെ പരലോകം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വന്നില്ല, തെറ്റിൽ മുഴുകി. ഇതാ കാരണം. അപ്പൊ എന്നതുപോലെയാണ്. അപ്പൊ ഇവിടെ തവഫൈതനെ എന്നാൽ നമ്മൾ വഫാത്ത് എന്ന് പറയേണ്ട മരണമല്ല, അവിടെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ബന്ധമുണ്ട്. എന്താണ് പിടിച്ചെടുക്കുക? ഇപ്പൊ മരണം എന്ന് പറഞ്ഞാൽ ആത്മാവിനോട് പിടിച്ചെടുക്കുകയാണ്. വേറെ രൂപത്തിന് ഉറക്കം അങ്ങനെ തന്നെയുള്ളൂ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, അന്നൗമു അഖുൽ മൗത്ത്, ഉറക്ക് മരണത്തിന്റെ സഹോദരനാണ്. അത് ഒരു തരം പിടിച്ചെടുക്കൽ തന്നെയാണ്. അതാണ് ഉറങ്ങിയ ആളൊന്നും അറിയാത്തത്. മറ്റേ പരിപൂർണമായിട്ട് പിടിച്ചെടുക്കുക. അവിടെ പിടിച്ചെടുക്കുക തന്നെ അവിടെ അള്ളാഹുലേക്ക് ഉയർത്തുക എന്നുള്ള ഉദ്ദേശമാണ്. അത് ഖുർആൻ വേറൊരു ഭാഗത്തിൽ പറയുന്നുണ്ട്, നേരെ ഉയർത്തുക എന്ന് തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ നമ്മളിലേക്ക് ഉയർത്തിയത്. പിന്നെ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കമോ കാര്യങ്ങളോ ഇല്ല. മറ്റുള്ളവർ വെറുതെ തർക്കിച്ചിട്ട് ഖുർആനിലും അങ്ങനെ പറയുന്നുണ്ട് എന്ന് വെറുതെ ഒരു ഭാഗത്തിന് വേണ്ടി പറയും. അങ്ങനെ ഖുർആന്റെ പേരും സൂറത്തിന്റെ പേരും ആയത്തിന്റെ നമ്പറൊക്കെ കൊടുത്താലേ, മായിദ സൂറത്തിലെ 117-ാമത്തെ വചനം എന്നൊക്കെ പറയുമ്പോൾ അപ്പോ കരുതു ഇതിൽ കുറച്ചിലൊക്കെ സത്യം ഉണ്ടാവും. ഈ ചിലർ വിഷയത്തിന് കുഴപ്പൂട്ടാൻ വേണ്ടി 985 എന്തായിരുന്നു അവസ്ഥ എന്നൊക്കെ ചോദിക്കും. ഓനെ വിളിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്, അല്ല 985 എന്തേലും സത്യത്തില് അവസ്ഥ എന്ന് ചോദിച്ചാൽ ഉണ്ടാ പോടാവുക. ഞാനായിട്ട് വിഷയത്തിന് കുഴപ്പമിട്ടാൻ വേണ്ടി, അല്ലെ 85 ഡേറ്റ് അല്ല. ഇതാണ് ചിലരങ്ങനെ പറയുന്നുണ്ട്. അത്ര ലാസ്റ്റ് വിളിച്ച് വല്ല ചോദിക്കുമ്പോഴാണ് ഇത് കള്ളി പൊളിയാ. കുറെ ഡേറ്റിന് പറയുമ്പോൾ എന്ത് ചെയ്യും, അതിലെന്തെങ്കിലുമൊക്കെ ഒരു സത്യം ഉണ്ടെന്ന് കരുതും എന്ന് പറഞ്ഞമാർക്കാണ് ഇവർ ഈ ആയത്തിന്റെ നമ്പറും സൂറത്തിന്റെ പേരൊക്കെ കൊടുത്തിട്ട്. സന്മാർഗദർശിനിയാണ് ഒരു പുസ്തകമുണ്ട്. സന്മാർഗ കുരുളകിന്റെ കുപ്പിന്റെ മേലെ പഞ്ചാര നീതിയമാർക്കാണ്, ഒരു ബന്ധവുമില്ല. സന്മാർഗദർശിനിയാണ് പേര്. പക്ഷനെ അതില് ഖദിയാനികൾ ഉദ്ധരിച്ച ആയത്തുകളും യഥാർത്ഥ ആയത്തിന്റെ അർത്ഥം യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. പക്ഷെ ഒരു സാധാരണക്കാരായ ആളെ സംബന്ധിച്ചിടത്തോളം പദാനുപദ അർത്ഥോ കാര്യങ്ങളോ അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരേ വിശദീകരണത്തിന്റെ ഇടയിൽ ഇത് മദ്രസന്നൊക്കെ അക്ഷരം പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഓതാൻ കഴിഞ്ഞു ഭയങ്കര തെറ്റിദ്ധാരണ. ഖുർആനാണ് ഇതൊക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ കണ്ടില്ലേ, യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ഇപ്പൊ ഏതുപോലെ നിസ്കരിക്കണ്ട, നിസ്കരിച്ചാൽ ഭയങ്കര തെറ്റാണ് എന്നതിന് ഖുർആൻ തെളിവാണ്, വൈലുൽ ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞ ബാക്കിയുള്ള കൂടി പറയണ്ടേ? ഇതേപോലെ കൊടുത്താൽ എന്താ ചെയ്യാ? അതാണ് ഒരു കൂട്ടരെ ഖുർആൻ ഉയർത്തും, ഒരു കൂട്ടരെ താഴ്ത്തും. ഖുർആന് കൊണ്ട് ഒരു കൂട്ടർ ഉയരും ചെയ്യും, ഖുർആന് കൊണ്ട് ഒരു കൂട്ടർ താഴും ചെയ്യും. പഴക്കാനും നല്ല സാധ്യതയാണ്. പരിഭാഷ കൊണ്ട്, പരിഭാഷ എന്നുള്ളത് തന്നെ ശരിക്കും ശരിയല്ല.
കാരണം നേരെ ഒരു വാക്കിൻ്റെ പരിഭാഷപ്പെടുത്താൻ മലയാളത്തിൽ നിന്നല്ല ഒരു ഭാഷയിലും സാധിക്കില്ല. സമത് എന്നുള്ള വാക്കിനൊന്നും ഒരിക്കലും നമുക്ക് മറ്റു വാക്കിന് പരിഭാഷപ്പെടുത്താൻ പറ്റില്ല. വിവർത്തനേ പറ്റുള്ളൂ. അതന്നെ അതിൻ്റെ വിശദീകരണം സബബ് നുസൂലും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പഴച്ചു പോകും. അങ്ങനെയുള്ള ഈ അമുസ്ലിം എഴുത്തുകാരും ചിന്തകന്മാരൊക്കെ കുറേ വചനങ്ങളെ കാണാതെ പഠിച്ചാണ് നമ്മളെ വിമർശിക്കുന്നത്. അമുസ്ലിമിനെ അവിടെ വെച്ച് കണ്ടാലും കൊല്ലുക, അത് എവിടേക്ക് പറഞ്ഞാണ്, എന്തിനു പറഞ്ഞാണ്, അതിൻ്റെ അപ്പുറത്തെന്താണ്, അതിൻ്റെ അപ്പുറത്തെന്താണ്, താഴെന്താണ്, നിങ്ങൾ യുദ്ധം ചെയ്തോളൂ എന്ന് മാത്രം എടുത്താൽ യുദ്ധം ഇങ്ങനെ വരാനെഴുതും. നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടത് കാരണാട്ടോന്ന് ശേഷം വരുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടു, അവർ നിങ്ങൾ ആക്രമിക്കാൻ വരികയാണ്, അപ്പോൾ തിരിച്ചടിച്ചോളി ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ മലയാള പരിഭാഷയ്ക്ക് കുറേ നന്മയുണ്ട്. ചില ഈ വാക്കുകളൊക്കെ എങ്ങനെയാണ് അത് മനസ്സിലാക്കാന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒക്കെ റെഡിയാണ്. പക്ഷേ അത് മാത്രം നമ്മൾ ആധാരമാക്കിയാൽ തയ്ച്ചു നമ്മൾ തന്നെ കൺഫ്യൂഷനാവും. പരിഭാഷയൊക്കെ വായിച്ചു കണ്ട ചില ആൾക്കാർ വെറും പരിഭാഷ മാത്രം നോക്കിയിട്ട് ഗൾഫിലൊക്കെ പോയി ചില ആൾക്കാരുണ്ടല്ലോ, ഞങ്ങൾ ആകെ മാറിയാണ് വരും. ഒരന്മാരൊക്കെ പറയും 2 കൊല്ലം കൊണ്ട് ഖുർആൻ മുഴുവൻ കലക്കി കുടിച്ച് വന്നിരിക്കുന്നവർ. ഈ പരിഭാഷ കണ്ടാണ് ഈ പറയണ്ടേ. ഉമ്മാർക്ക് മാത്രം വലിയൊരു കാര്യം ഉണ്ടാവില്ല. ഉമ്മാനോടൊക്കെ ചിലപ്പോൾ വലിയ ആയത്തൊക്കെ ഓതും. ചിലപ്പോൾ നീർച്ച ചോറ് വന്നേ കാരണം ബദരീങ്ങളെ നേർച്ചണ്ടേ. അപ്പോൾ ഉമ്മാനോട് ആയത്തോരി കൊടുക്കും. എന്ത് അള്ളല്ലാത്തോലെ പേരിൽ അറുത്ത് തിന്നാൻ പാടില്ല, ഖുർആൻ നേരെയാണ് ഈ പറയേണ്ടത്. ഉമ്മ വല്ല ചോറും മാറ്റിയേക്കും. വാപ്പ മരിച്ചു പോയതാണെങ്കിൽ വാപ്പാക്ക് അള്ള പുറത്തുറക്കട്ടെ എന്ന് പറയും. നീർച്ച ചോറ് കുറേ തിന്നാണ്. ആ ആയത്ത് ഇതൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. അത് മനസ്സിലാക്കാനുള്ള പ്രശ്നമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു താല വ്യക്തമാക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ അള്ളാഹു പറയാണ്, ഈസാ നബി അള്ളാഹിനോട് പറയാണ്, പടച്ചോനെ ജിന്നെ പിടിച്ചെടുത്തു. അതുവരെ അതിൻ്റെ ശേഷം പിന്നെ നീയാണ് അവരിൽ റഖീബാണ്, നിരീക്ഷകനാണ്. ഒരു പലതും പറഞ്ഞിട്ടുണ്ടാവും. എന്നെ ആരാധിച്ചെന്ന് ഞാൻ അതിനൊന്നും ഉത്തരവാദികളല്ല, നീ അതിന് സാക്ഷിയാണ്. എന്നിട്ട് ഈസാ നബി ഇങ്ങനെ പറഞ്ഞു. ഇതാണ് നബിനെ വല്ലാതെ കരയിപ്പിച്ചിട്ടോ. ഇതിനാണ് അതിന്റെ മർമ്മം കിടക്കേണ്ടത്. നോക്കി, പടച്ചവനെ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്. അല്ല നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നീ പ്രതാപിയും അതുപോലെ യുക്തിമാനുമാകുന്നു റബ്ബേ. ഈസാ നബി പറയുന്നതാണ്. ഇതിനാലോചിച്ചിട്ട് നബി തങ്ങൾ ഈ ഉമ്മത്തിനാണ് ഓർത്തുപോയി. അവിടെ നമുക്കൊരു പിന്നെ അവിടെ മനസ്സിലാക്കാൻ തെറ്റായി മനസ്സിലാക്കരുത്. ഈസാ നബിനെ ആരാധിച്ചവർക്ക് ഇജ്ജ് പുറത്തു കൊടുത്താൽ നന്നായി എന്നുള്ള രൂപത്തിലാണ് പറയണ്ടേ. അവിടെ എന്താ ഉദ്ദേശം എന്നറിയങ്ങൾ? ഈസാ നബി ദൈവപുത്രനാണെന്ന് പറഞ്ഞ് ആരാധിച്ച ചിലര് ആ ധാരണ തിരുത്തി തുന്യാവുന്ന അങ്ങോട്ട് തോപ ചെയ്തു ഉൽക്കണ പറയണം. ഉൽക്കണ നേരെ മറിച്ച് അയി തന്നെ ഉറച്ചു നിന്നു. അതാ പറയേണ്ടത്. എന്ത് ജ്വല ശിക്ഷിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, എൻ്റെ അടിമകളാണ്. ഇജ്ജ് ശിക്ഷിക്കുകയാണെങ്കിൽ അത് എൻ്റെ അടിമകൾ തന്നെയുള്ള എൻ്റെ ഹിതം പോലെ. എന്നാൽ ഈസാ നബി ഭയങ്കര ദയ കാണിച്ചാണ്, ആ സങ്കടം കാണിക്കും. അതിലേറെ വലിയ ദയായിട്ട് നമ്മളെ നബി തങ്ങൾക്ക്. ചിലരൊക്കെ ഏറ്റവും വലിയ ദയ ലോകത്ത് കാണിച്ചത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് പറയും. ഈസാ നബി കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു ധിക്കാരിയല്ല എന്ന് പിന്നെ അദ്ദേഹം തൊട്ടിൽ കടന്ന് പറഞ്ഞത് ഖുർആൻ മറിയം സൂറത്തിൽ പറയുന്നതാണ്. പക്ഷേ ദയന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കാണിച്ചത് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളാണ്. അത്ര വേറെ ആരും കാണിച്ചിട്ടില്ല ചരിത്രത്തിൽ. മറ്റുള്ളവരോട് കരുണ, ദയ, ചെറിയ പ്രാണികളോട് പോലും വലിയ ദയയും കാര്യങ്ങളും കാണിച്ചത് അള്ളാഹിന്റെ തിരുദൂതർ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നോക്കി അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂല് ഒരു രാത്രി മുഴുവൻ തിമ്മ തന്നെ കൂടി. കാര്യമായിട്ട് നബി തങ്ങൾ പറയുന്ന ഈ തുഅദ്ദിബു എന്നുള്ള ആയത്താണ്. എന്നിട്ട് നബി എന്താ ആവശ്യപ്പെട്ടത്? പറഞ്ഞ എന്താണ്? ഞാൻ ഈ രാത്രിയിൽ എൻ്റെ ഉമ്മത്തിന് ശഫാഅത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. കണ്ടോ, ഈസാ നബിന്റെ ജനതയെ പറ്റി ഇവിടെ പറഞ്ഞു. ഇത് ശിക്ഷിക്കുകയാണെങ്കിൽ ഇത് ഹക്കീമാണല്ലോ, അജീസാണല്ലോ, പടച്ചോനെ എൻ്റെ ഉമ്മത്തിന് ചില പ്രയാസങ്ങളൊക്കെ വരുമല്ലോ. കറിയിലെ ഷഅബാൻ 13 രാത്രി ശഫാഅത്തുള്ള നബി തങ്ങൾ ചോദിച്ചു ഉമ്മത്തിന്. അവസാനം 1/3 കൊടുത്തു. ഷഅബാൻ 14 രാവിലെ
മൂന്നിലൊന്നും കൂടിയും കൊടുത്തു. അപ്പോൾ 3-2 ഷഅബാൻ 15 രാവിന് ഫുള്ളായിട്ട് കൊടുത്തു. അതാണ് ഷഅബാൻ 15 ബറാഅത്ത് രാവിൻ്റെ ഒരു മഹത്വം തന്നെ. അതാണ് ഉമ്മത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും വഫാത്തിൻ്റെ വേളയിൽ പോയി അല്ല തൗബന്റെ ലാസ്റ്റ് നബിതങ്ങൾ അങ്ങനെ പറഞ്ഞത്. തൗബ സൂറത്തിന്റെ ലാസ്റ്റ് പറഞ്ഞ അങ്ങനെയാണല്ലോ, റസൂല് വലിയ കരുണ, അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റഊഫുർ റഹീം അല്ലാഹുവിന്റെ പേരാണ്. അത് നബിക്ക് വകച്ചു കൊടുത്തായിരിക്കും. റസൂലിനെ പറ്റി അള്ളാഹ് പരിചയപ്പെടുത്തുക, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സത്യവിശ്വാസികളോട് റസൂല് കൃപയുള്ള ആളും കാരുണ്യവാനുമാണ്. നിരുപാധികളെ പറയാണ് റഊഫ് റഹീം എന്നാ പറയണ്ടത്. അത് അള്ളാഹിനെ പോലെ റഊഫും റഹീമാണെന്നല്ല, എന്നാലും അങ്ങനെ അള്ളാഹ് പറഞ്ഞില്ലേ, അത്ര ദയ കാണിച്ചു എന്നാണ്. എപ്പോഴും ഉമ്മത്തിന്റെ കാര്യം വഫാത്തിന്റെ വേളയിൽ വരെ ഇങ്ങനെ ഒരു വേദന മരണത്തിന് കൊടുക്കരുതേന്ന് പറഞ്ഞു. അന്ന് ആലോചിച്ച് നോക്കിയാൽ മരണത്തിന്റെ വേദന എൻ്റെ ഉമ്മത്തിന് ഇതുപോലെ ഒരിക്കലും കൊടുക്കരുത്, എൻ്റെ ഉമ്മത്തിന് കൊടുക്കരുത്. വലിയ പ്രയാസമുണ്ട്. അപ്പോൾ ദയയുടെ കാര്യത്തിലൊക്കെ അതാണ്. അപ്പോൾ ഈ ആയത്തിന് വിധങ്ങൾ കൂടുതൽ പിന്നെ ഓതിയിട്ട് ദുആരുന്നത് നമുക്ക് ശഫാഅത്തിന് വേണ്ടിയിട്ടെന്നാണ് അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇനി മറുപടിയായിട്ട് അല്ലാഹു തആല ഈസാ നബിയോട് പറയാണ്, ഖാലല്ലാഹു ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. ഖാലല്ലാഹു, അല്ലാഹു പറഞ്ഞു പറഞ്ഞാൽ പറയുന്നുള്ളതുകൊണ്ടാട്ടോ, പറഞ്ഞു എന്ന് പറയാൻ കാരണം നീ അങ്ങനെ ഒരു മറുപടി അല്ലാഹു തആല നാളെ പരലോകത്ത് വെച്ച് ഈസാ നബിക്ക് കൊടുക്കും. എന്താ? ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും. സത്യവാന്മാർക്ക് അവിടെ സത്യസന്ധത ഉപകരിക്കുന്ന ദിനമാകുന്നു ഇത്. പരലോകത്ത് വെച്ച് പറയാണ്, ഈ ദിവസം സത്യവാന്മാർക്ക് അവരുടെ സത്യസന്ധത ഉപകാരപ്പെടുന്ന ദിനമാകുന്നു. ലഹും ജന്നാത്ത്, അവർക്ക് സ്വർഗീയാരാമങ്ങളുണ്ട്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ. ഖാലിദീന ഫീഹാ അബദാ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹും വറളൂ അൻ, അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു. ദാലികൽ ഫൗസുൽ അലീം, അത് മഹത്തായ വിജയം തന്നെയാകുന്നു. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹ് പറയാണ്, സത്യവാന്മാർക്ക് സത്യം ഉപകരിക്കുന്ന ദിനമാകുന്നു ഇത്. ഈസാ നബിനോട് പറഞ്ഞ മറുപടിയാണെങ്കിൽ എല്ലാവർക്കും ബാധകമാണ്. അതായത് ഈസാ നബി അള്ളാഹുവിന്റെ അടിമ തന്നെയാണ് എന്ന നിലക്ക് ഈസാ നബിയിൽ വിശ്വസിച്ച് അള്ളാഹിനെ ആരാധിച്ച സത്യവാന്മാർ. ഇനി എല്ലാ സത്യവാന്മാര് പറഞ്ഞതല്ല. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന്റെ ലോകത്ത് അതിന്റെ നേതാവ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖീങ്ങളെന്ന് പറഞ്ഞ ആ വിഭാഗത്തിന്റെ അമ്പിയാക്കളെ നേതാവ് നബിതങ്ങളാണ് മൊത്തം നേതാവ്. ഇനി പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരിൽ ഏറ്റവും സ്ഥാനമുള്ളത് സിദ്ദീഖ് എന്നവരാണ്. പേരെന്നെ അങ്ങനെ കൊടുത്തു അള്ളാഹു സിദ്ദീഖ് എന്നുള്ളത്. അതാണ് നിസാ സൂറത്തിൽ പറഞ്ഞ വമയ്യുത്തില്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹിന്റെ അനുഗ്രഹം ലഭിച്ചവർ 4 വിഭാഗമാണ്. 1 നബിമാര്, 2 സിദ്ദീഖീങ്ങൾ, 3 ശുഹദാക്കൾ, 4 സ്വാലിഹീൻ. അമ്പിയാക്കൾ കഴിഞ്ഞ നബുവത്ത് കഴിഞ്ഞ അടുത്ത പിന്നെ സ്റ്റെപ്പാണ് ഏത്? സിദ്ദീഖിയത്ത് എന്ന് പറയുന്നത്. നബുവത്ത് നമുക്ക് അധ്വാനിച്ചാൽ കിട്ടൂല, സിദ്ദീഖിയത്ത് അധ്വാനിച്ചാൽ കിട്ടും. ഈമാനാണ് ഉറപ്പിക്കുക. എന്ത് തന്നെ വന്നാലും അത് ഉറക്കണം. ഈമാന് ആണ് ഉറക്കണം. ഒരു ചാഞ്ചാട്ടം ഉണ്ടാകരുത്. ഉഹദ് യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടപ്പോൾ കുറച്ചാൾക്കാർ ഇസ്ലാമിന് രാജിവെച്ചു. മുനാഫിക്കുകളെല്ലാം കളിച്ചു. അപ്പോൾ കുറച്ചാൾക്കാർ ശരിയാ പറഞ്ഞായിരിക്കന്നെ, വലിയ സത്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇജ്ജാതി തോൽവി ഉണ്ടാവുക. തോൽവി പറ്റ ഭൂരിപക്ഷം കുറഞ്ഞാൽ അങ്ങനെയുള്ളൂ. പറ്റണ തോറ്റാലേ അപ്പോൾ നമ്മൾ പറയില്ല ഇങ്ങനെ ഒരു തോൽവി ഉണ്ടാവും എന്നൊക്കെ പറയില്ല സാധാരണ തെരഞ്ഞെടുപ്പിലൊക്കെ.
എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു തോൽവി ഉണ്ടാവുമോ? 70 ആൾക്കാരൊക്കെ കൊല്ലപ്പെടുക. അപ്പോൾ ഇസ്ലാമിന് രാജിവെച്ചു. മിറാജിന്റെ പിറ്റേന്ന് കുറച്ച് ആൾക്കാർ രാജിവെച്ചു. റസൂൽ വഫാത്തായപ്പോൾ കുറച്ച് ആൾക്കാർ പോയി. ഇനിയിപ്പോൾ ജീവിച്ചിട്ട് കാര്യമില്ല, അല്ല ഇനിയിപ്പോൾ ഇതുകൊണ്ടൊന്നും കാര്യമില്ല, അയാൾ പോയില്ലേ. എന്നാ അങ്ങനല്ല. എന്ത് തന്നെ നമ്മളെ മുന്നിൽ മാറി മറിഞ്ഞാലും ഈമാനാണ് പോകരുത്. ഇന്നൊക്കെ പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളെ ഇകഴ്ത്താൻ ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ പലതും പറയും, നമ്മളെ ചടപ്പിക്കാൻ. പേരിന് കുറച്ച് മുസ്ലിം പേരുള്ള ആൾക്കാരുണ്ടാവും. ഓല് നമ്മളെ വല്ലാതെ കളിയാക്കും. മദ്രസ പൊട്ടന്മാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നീട് സദസ്സിൽ പറയാൻ പറ്റാത്തൊക്കെ ഒരു പറയലുണ്ട്. അങ്ങനെ പറഞ്ഞോട്ടെ, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാനോ അതിനൊക്കെ നമ്മളെല്ലാവരും മറുപടി പറയാനോ ഒന്നും പോണ്ട, മറുപടി പറയാൻ പോണ്ട. കാരണം ഇവരൊക്കെ ജീവിക്കാൻ വേറെ മാർഗങ്ങളില്ല. അപ്പം ഇങ്ങനെ ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ട് ജീവിക്കുകയാണ്. അത് പറഞ്ഞോട്ടെ, അതിലൊന്നും നമ്മളെന്ത് ചെയ്യാൻ പാടില്ല, തളരാൻ പാടില്ല. നമ്മളെന്ത് ചെയ്യണം? അതാണ് സത്യവാന്മാർക്ക് ആ സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിനമാണ്. ഇനി പിന്നെ ഇബ്രാഹിം സൂറത്തിൽ പറഞ്ഞ എങ്ങനെയാണ്? നല്ല പഴവർഗ്ഗങ്ങൾ നൽകുന്ന മനോഹരമായ ഒരു വൃക്ഷം, മനോഹരമായൊരു വൃക്ഷം. ഈ കലിമ പറഞ്ഞാൽ എന്താ? ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ത്വയ്യിബായ വാക്ക്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. 24 അക്ഷരങ്ങൾ 24 മണിക്കൂറിനെ അത് പ്രതിനിധീകരിക്കുകയാണ്. അതങ്ങോട്ട് ഉറക്കണം കൽബിൽ. അപ്പോൾ അവരിൽ നിന്ന് ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതാണ് മരത്തിൽ നിന്ന് പഴങ്ങൾ പറഞ്ഞത്. വേരടിക്ക് വേണം, മുകളിൽ കായകളും പഴങ്ങളൊക്കെ വേണം. അത് കാറ്റടിച്ചാലോ മറ്റോ ഒന്നും തകരരുത്, കടവഴകി വീഴരുത്, അങ്ങനത്തെ മരം എന്ന പോലെയാണ് നമ്മൾ ഓർക്കണം. അപ്പോൾ അതിനെതിരെ എന്ത് വന്നാലും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അവരാണ് സത്യവാന്മാരറിയുന്നത്. എല്ലാ കാലത്തും അങ്ങനത്തെ പ്രധാനികളുണ്ട്. ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, കാണാൻ കഴിയും. ആ രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ്. അപ്പോൾ അവർക്കത് ഉപകരിക്കും. അവർക്ക് സ്വർഗീയ ആരാമങ്ങളുണ്ട്. അവസാനം അല്ലാഹു പറയുന്നത് റളിയല്ലാഹു അൻഹും വറളൂ അൻ. അല്ലാഹു പറയാണ്, അവർ അല്ലാഹുവിനെയും അല്ലാഹു അവരെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ച നബിതങ്ങൾ പറയുന്നുണ്ട്. നോക്കൂ, ഇതാണ് അല്ലാഹു പറഞ്ഞത്, ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഇങ്ങനെയുള്ള ഒരു സ്വർഗത്തിന് വേണ്ടി അമൽ ചെയ്യുന്ന ആളുകളെ അമൽ ചെയ്യട്ടെ. മറ്റൊരായത്തിൽ പറയാൻ, വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കുന്ന ആളുകൾ ഇതിനു വേണ്ടി മത്സരിക്കട്ടെ. മത്സരിക്കുന്ന ആളുകൾ ഇതിനു വേണ്ടി മത്സരിക്കട്ടെ. ഞാൻ അറിയുന്നൊരു സുഹൃത്തിന് ഉപരി രാഷ്ട്രീയത്തിൽ ഭയങ്കര താല്പര്യമാണ്, ഭയങ്കര ഇൻട്രസ്റ്റ്. പറഞ്ഞാൽ അങ്ങനെയാണ്. ഇന്നെ എപ്പോൾ കാണുമ്പോഴും ചോദിച്ചു, ഭരണം മാറൂല പൈസയെ? ഇപ്പം ഞാൻ മാറിയെടുക്കലാണ്. എൻ്റെ ചിന്ത ഇത് മാത്രം ഒരു മനുഷ്യൻ്റെ മനസ്സിലായ എന്താ ചെയ്യുക? എപ്പോൾ കാണുമ്പോൾ ചോദിക്കും. അപ്പോൾ ഒരു ഈസനോട് പറഞ്ഞേ, പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ നല്ല മുഹൂർത്തത്തിൽ പിന്നെ നിസ്കരിച്ചിട്ടില്ല, നേരം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെന്നാ ഒരു കാര്യം ചെയ്യും, നമ്മളൊരു നേതാവിൻ്റെ ഒരു അഭിമുഖം ഞാൻ പറഞ്ഞു കൊടുത്തു. നേതാവിൻ്റെ അഭിമുഖം. അപ്പോൾ മൂപ്പരയിൽ പറയുന്നുണ്ട്, ഞാൻ ഉച്ചക്ക് 1 മണിക്കൂർ ഉറങ്ങും. ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അന്ന് വോട്ടെണ്ണേണ്ടതിനാണെങ്കിലും ഞാൻ ഉറങ്ങും. ചൊറക്കം ഒഴിവാക്കാൻ പറ്റില്ല. അതെൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. അത് പറഞ്ഞു കൊടുത്തു ഞാൻ. നിങ്ങൾ വെറുതെ ഇറങ്ങാറാകാണ്, നിസ്കാരം കൂടി ഒഴിവായി കാണും. മത്സരിക്കുന്ന ആൾ പറയണെന്ത്, ഞാൻ ഉച്ചക്ക് 1 മണിക്കൂർ ഉറക്കം എന്തായാലും ഒഴിവാക്കൂല, ഇമ്മലാണ് ആരോഗ്യത്തിൻ്റെ രഹസ്യം. അത് പറഞ്ഞെടുത്ത മൂപ്പർക്ക് അതും ശരിയാണല്ലേ, നിസ്കാരം എന്തായാലും ഒഴിവാക്കണ്ടെന്നുള്ളടത്തെത്തി. അത്രയായല്ലോ. അല്ല, ഓരോരുത്തർക്ക് ആവേശമാണ്. അത് ഇത് ആവശ്യമില്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷേ അങ്ങനെ ഉണ്ടല്ലോ, നമ്മളിങ്ങോട്ട് മനസ്സിലേക്ക് കടന്നുകൂടിയാൽ പിന്നെ അതന്നെ ചിന്തയായാലും സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് കാര്യമില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മുറിഞ്ഞു പോവുകയാണ്. ഞാൻ എപ്പോഴും ഓർക്കും, ഈ വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂ എന്ന് പറഞ്ഞ ആയത്തിൽ മനുഷ്യന്മാർ മത്സരം വേണമെന്നാണ്. ഭയങ്കര മത്സരം. അതിൽ ഏറ്റവും കൂടുതൽ മത്സരം വേണ്ട വിഷയങ്ങൾ പറയാം. ദീനിയായ വിഷയത്തിൽ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ മത്സരിക്കേണ്ട വിഷയങ്ങളെന്ന് പറഞ്ഞാണ് ഇന്ന് ഈ സൂറത്ത് അവസാനിക്കാൻ പോവുകയാണ്.
അത് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിന് എൻ്റെ വക ഒരു സമ്മാനം ഉണ്ടാവും. നമസ്കാരമല്ല, ഖുർആനോതുമല്ല, അല്ലല്ല, ഇവാത്ത് നമ്മൾ മൊത്തത്തിൽ പറയാം. അതിലൊരു ഇവാത്തുണ്ട്, അതാ ഞാൻ പറയാം. അല്ല അല്ല അതുമല്ല, അല്ല അല്ല അല്ല, വെറുതെ അല്ല നിങ്ങൾ സമ്മാനം പറഞ്ഞതെന്ന് എഴുതുന്നുണ്ടോ? തഫ്സീറിൽ പറയുന്നുണ്ട്, ഈ കിടമൽ വഫീദാരിക വലിയ തനാഫിസിൽ മുത്തനാഫിസ് എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ കാണാം. എയിലാണ് മൂമിനെ ഏറ്റവും കൂടുതൽ മത്സരിക്കേണ്ടത്? അല്ല, അത് ഒറ്റ ഇതിൽ പറയാലോ നമുക്ക് ദീന്റെ കാര്യത്തില്. അത് ഏതാണത്? അല്ല അയിമക്കണ് എത്തണില്ലല്ലോ. അല്ല തെക്കുവെന്നല്ല, അല്ല എന്നാ ഞാൻ പറയട്ടോ. എങ്ങനെ? വള്ളിയല്ല, എന്നാ ഞാൻ പറയാം. മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയെ ഇഷ്ടപ്പെടുന്ന വിഷയത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ഏറ്റവും വലിയ മത്സരം വേണ്ടത്. അതായത് ഒരാള് മറ്റൊരാളെ ഇഷ്ടപ്പെടുന്ന ഒന്നെങ്കിൽ സൗന്ദര്യം നോക്കിയിട്ടായിരിക്കും, ജമാലിയ, അത് ഏറ്റവും കൂടുതൽ നിബിധങ്ങൾക്കാണ്. അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് കമാരിയത്ത്, പൂർണ്ണത, എല്ലാ നിലക്കും പെർഫെക്റ്റ് ആയ ഒരാളാണ് നമ്മൾ ഇഷ്ടപ്പെടും. അങ്ങനെ ആരും ഉണ്ടാവില്ല. അത് നബി അങ്ങനെയാണോ? ഇൻസാനുൻ കാമിൽ, പൂർണ്ണ മനുഷ്യൻ, അതാണ്. ഇനി മറ്റൊന്ന്, നമ്മൾ സ്നേഹത്തിന്റെ മാനദണ്ഡം എന്താന്ന് വെച്ചാൽ തറവാടാണ്, തറവാടിത്തം, അത് നബിക്കാണ്. മറ്റൊന്ന് നമ്മൾ എന്താ വെച്ചാൽ നസബ നോക്കിയിട്ടാണ്, മാതൃത്വം, പിതൃത്വം, അവിടെ നബിയാണ്. ആത്മപിതാവ് നബിതങ്ങളാണ്. ഇങ്ങനെ ഏത് മാനദണ്ഡം വെച്ച് നോക്കുമ്പോഴും അള്ളാഹു റസൂലിനാണ് ഏറ്റവും കൂടുതൽ. കിടമത്സരം വേണ്ടത് ആ വിഷയത്തിലാണെന്നുള്ളതാണ്. അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഒക്കെ ഹബീബായ നബിയുടെ മഹബത്ത് വെക്കുന്ന വിഷയത്തിൽ വല്ലാതെ എന്ത് ചെയ്തു? മത്സരിച്ചു എന്നാണ്. ഞാനത് ഇപ്പോൾ പറയാൻ കാരണം, വഫീ ദാരിക ഫൽയതനാഫിസുൽ മുതനാഫിസൂൻ എന്ന ആയത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാഹി പോലെയുള്ളവർ ഈ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്നുള്ള ഈ ആയത്തിനെ കൂട്ടിച്ചേർത്തിയിട്ട് കുറേ വിശദീകരണം കൊടുക്കുന്നുണ്ട്. നമ്മൾ അള്ളാനെ അങ്ങോട്ടും ഇഷ്ടപ്പെടുകയാണ്, അള്ളാഹ് അങ്ങോട്ടും ഇഷ്ടപ്പെടുകയാണ്. അവിടെ പോയിന്റ് എന്താ അറിയുക? അള്ളാനെ നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ എന്താ? ഇപ്പൊ നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു സന്തോഷത്തിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, നമ്മളൊരു കിഡ്നി രോഗിയുടെ സഹായത്തിന് എനിക്ക് കഴിഞ്ഞ ആഴ്ച ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ കാരണം വെച്ചാൽ 1,00,000 റുപ്യ ഞങ്ങൾ ഏൽപ്പിച്ചു, 1,00,000 റുപ്യ ഏൽപ്പിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നമ്മളെ പഠിതാക്കളെടുത്തുന്ന ഒരു 5,00,000 റുപ്യ എന്തായിരുന്നാലും ഞാൻ കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ ബാക്കിയുള്ളത് നോക്കിക്കോളിയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഒരു 6 ലക്ഷം തന്നെ കൊടുക്കാൻ കഴിയും. അതൊരവസ്ഥയിലെ ആൾക്കാർ നമ്മളെ എന്ത് ചെയ്ത് കുറച്ചും കൂടി കിട്ടിയാൽ എൻ്റെ പ്രതീക്ഷ അങ്ങനെയാണ്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പരസ്പരം വിശ്വസിച്ച് പരസ്പരം സ്നേഹിച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം നമ്മൾ കല്യാണത്തിന് വിളിക്കുന്നു, സൽക്കാരത്തിന് വിളിക്കുന്നു, കുടിയിരിക്കലിന് വിളിക്കുന്നു, മുടിയളിക്കലിന് ഇതൊക്കെ ആ സ്നേഹമാണ്. അള്ളാനെ സ്നേഹിക്കുക പറഞ്ഞാൽ എന്താ? അവിടെയാണ് വിഷയം. മഹബത്തുർ റസൂലും വരാൻ കാരണം അതാണ്. ഇതിന്റെ വിശദീകരണത്തിൽ ഒരായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കുല്ലിൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അള്ളാഹു പറയാണ്, പുൽ നബിയെ അങ്ങ് ജനങ്ങളോട് പറയൂ. എങ്ങനെ പറയേണ്ടത്? ആ മാറ്റർ പറഞ്ഞു കൊടുക്കാണ്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റിക്കോളൂ, എന്നാൽ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. കണ്ടോ? നിങ്ങൾക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ടോ? നബിനെ പിൻപറ്റിക്കോളി. നബിനെ പിൻപറ്റലാണ് അള്ളാഹിനെ ഇഷ്ടപ്പെടല്. അപ്പൊ അള്ളാഹ് തിരിച്ച് ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നതാണ്. എത്ര കൃത്യമാണ്, എത്ര കൃത്യമാണ്. ഇത് ശരിക്കും പാലിച്ചു ആര്? സഹാബത്ത്. അതുകൊണ്ട് ഖുർആൻ എങ്ങനെയാ പറഞ്ഞത്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. ഇതേ ആയത്തുള്ള അവിടെ വരുന്നുണ്ട്. വല്ലരി സൂറത്തിന്റെ അവസാനം വരുന്നുണ്ടല്ലോ.
നോക്കുങ്ങൾ മുൻഗാമികളായ മുഹാജിറുകളും അൻസാറുകളും. കാരണം സഹാബിമാരെന്ന് പറഞ്ഞാൽ ആ രണ്ടിൽ പെടുമല്ലോ. ഒന്നെങ്കിൽ മക്കത്ത് നിന്ന് ഇങ്ങോട്ട് വന്നേക്കാരം, അല്ലെങ്കിൽ അവിടെയുള്ള സഹായിച്ച ആൾക്കാരേക്കാരം. രണ്ടാലൊന്ന് വരും. നല്ല രൂപത്തിൽ അവരെ പിൻപറ്റി അള്ളാഹ് പറയാ, അവർ അള്ളാനെയും അള്ളാഹ് അവരെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അള്ളാനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ നബിനെ പിൻപറ്റിയാൽ മതി. കാരണം അള്ളാഹ് നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് അള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നബിയിലൂടെയാണ് കാണിച്ചു തന്നത്. അപ്പൊ നബിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ പ്രവർത്തനം അള്ളാഹ് കാണിച്ചു കൊടുത്താണ്. അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാല്. പിന്നെ ഖൗലും ഫിഅലും ഉണ്ട്, വാക്കുണ്ട്, അതുപോലെ തന്നെ ഏതുണ്ട്, പ്രവൃത്തിയുണ്ട്. നബി ഒന്നും പറഞ്ഞില്ല, ഒരു കാര്യം നബി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക, അത് നമുക്കും പറ്റും. പിന്നെ നമുക്ക് പറ്റാത്ത വേറെ പറയും. ഉദാഹരണത്തിന് നബിക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു, അത് നമുക്ക് പറ്റൂല. നബി തങ്ങളോട് ഒരു പെണ്ണ് വന്നിട്ട് നിങ്ങൾ ഇന്ന കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ നിക്കാഹ് പോലും വേണ്ടയില്ലായിരുന്നു. അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ല, അനുമതി കൊടുത്തിട്ട് പോലും നബിയെ ചെയ്തില്ല. ഇതൊന്നും നമുക്ക് ബാധകമല്ല. നബിയുടെ ഭാര്യമാരെ നമുക്ക് നബി കാര്യം തീർത്താൽ പോലും വിവാഹം കഴിക്കൽ നിഷിദ്ധാണ്. എന്നാലോ അവരെ കാണല് അതും നിഷിദ്ധാണ്. വിവാഹം കഴിക്കൽ നിഷിദ്ധാണെങ്കിൽ കാണാൻ പറ്റേണ്ടതാണ്. കാണാൻ പറ്റിയാൽ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള മസാല ഇത് അങ്ങനെയൊന്നുമല്ല. അപ്പൊ അതൊക്കെ നബിതങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇപ്പൊ തഹജ്ജുദ് നബിതങ്ങൾക്ക് നിർബന്ധ. പിന്നെ നമ്മൾ വല്ലാതെ കണക്കിലെടുക്കൂല. നന്നായി, നമുക്ക് കൂടി ഇല്ലാത്തതെന്നാ കരുതുക. പെണ്ണിട്ട് 4 പോരാ, ഞമ്മക്ക് കൂടി വേണ്ടതിനൊന്നും കരുതും. തഹജ്ജുദിന്റെ നേരെ തിരിച്ചും കരുതും തന്നെ. അടുത്താണ് ഒരു സഹോദരന് പെരിയിലെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നത്. വാപ്പന്നീറ്റൊക്കെ അല്ല വന്നാണ് വന്നാണ്. എനിക്കിത് നമുക്ക് പറഞ്ഞ കാര്യമൊന്നും അറിയില്ലല്ലോ. അപ്പൊ മൂപ്പര് പറഞ്ഞത് വാപ്പാക്ക് 5 പെണ്ണിപ്പോ നിലവിലുണ്ട് സ്ഥാനാണ്. ഒരു മകനാ പറയുന്നുണ്ട്. കുടുങ്ങിക്കൂടി ഞങ്ങള് 5ാമത് ഇപ്പൊ വിവാഹം കഴിച്ചിരിക്കണ. അത് ശരിയാവൂലല്ലോ. 4 ഒന്നും മരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളല്ലാത്ത വേറെ ആരെങ്കിലും കാര്യം തീർത്തുകൊണ്ട് വെച്ചാൽ അറിയില്ലായിരുന്നു. അതിനൊക്കെ മസല അറിയാം. പണ്ട് കുറുക്കൻ പറഞ്ഞല്ലോ, കുറുക്കന്റെ കുട്ടിക്ക് ഒരു ഉപദേശം കൊടുത്ത കഥ ഉണ്ടല്ലോ, വളരെ ഫിറ്റാ. ഏതെങ്കിലുമൊക്കെ ജീവികൾ പിടിച്ചാൻ വരുമ്പോഴേ ചത്തമാർക്ക് കിടന്നാൽ മതി, പക്ഷെ ഉസ്താദ് വരികയാണെങ്കിൽ അവിടെ കാര്യം ഉണ്ടാവില്ല. കാരണം ചത്തതിന്റെ തോല് ഊറക്കിടും എന്നുള്ള മസല ഓൽക്കറിയാം. നീച്ചു പോയിക്കൊണ്ടിരുന്നാ എന്ന് കുറുക്കൻ പറഞ്ഞു എന്നാണ് കഥ. എന്ന് പറഞ്ഞായിരിക്കും എല്ലാത്തിനും മസല ഉണ്ടാവും ചിലർക്ക്. അതാണ് വല്യമ്മ പറഞ്ഞില്ലേ, വള പോയപ്പോ ഉസ്താദ്മാരെടുത്ത് കിട്ടാക്കട്ടെ, ഏതേലും മസല വന്നാണ്ട് പള്ളിക്കൊക്കെ മദ്രസക്കോ ആക്കുമോ എന്നുള്ള പേടിയാണ് എന്ന് പറഞ്ഞമാർക്ക്. അങ്ങനത്തെ ഒരു കക്ഷിയാണ് ഇപ്പൊ ഇത് 5 കെട്ടിയെന്ന് പറഞ്ഞാൽ. അതാ ഞാൻ പറയാൻ കാരണം. ഓൽക്കെന്താ? അപ്പോ നബിതങ്ങൾക്ക് മാത്രമുള്ള ചിലതുണ്ടാവും, അത് നബിതങ്ങൾക്ക് മാത്രമുള്ള. അല്ലാത്തത് നബിതങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നബിതങ്ങളെ ശരിക്കാണ് പിൻപറ്റിയാൽ, അനുധാവനം ചെയ്ത അതന്നെയാണ് അള്ളാഹിനെ സ്നേഹിക്കാറുണ്ട്. ഇനി അവർ റളിയല്ലാഹു അൻഹു വറളു അൻഹു എന്നതാണ്. ഇനി റളിയല്ലാഹു അൻഹു അള്ളാഹ് ഇഷ്ടപ്പെട്ടു പറഞ്ഞാലോ, പടച്ചോനെ. അപ്പൊ നമുക്ക് പടച്ച റബ്ബി നമ്മളെ ഇഷ്ടപ്പെട്ടാല് ഒരുപാട് നമുക്ക് കിട്ടും. ഇനി മാത്രല്ല, അള്ളാഹിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ വേറൊരർത്ഥമുണ്ട്. അള്ളാഹിന്റെ നമുക്ക് തരുന്ന പ്രതിഫലത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുക എന്നാണ്. അത് പോരാന്ന് ഒരിക്കലും തോന്നൂല. ചില ജോലികൾക്ക് ശമ്പളം കുറവേ കാരണം ആ തൊഴിലാളിക്ക് എന്തായിരുന്നാലും ശമ്പളം പോരാന്ന് ഉറപ്പായിട്ടും തോന്നുന്നുണ്ടാവും. വേറെ വഴിയില്ല. എന്നാ അതേ സമയത്ത് അള്ളാഹു നൽകുന്ന പ്രതിഫലം പോരാന്നുള്ളൊരു തോന്നല് ഒരിക്കലും ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന പ്രതിഫലം അത് കമ്മിയായി തോന്നൂല. കാരണം എന്താ? സവാബും ഉണ്ട്, ഫദ്ലും പഠിച്ചാൻ കൊടുക്കുന്നതാണ്. സവാബ് പറഞ്ഞാൽ നേരെ കൂലിയാണ്, പ്രതിഫലമാണ് ചെയ്തതിന്. ഫദ്ല് പറഞ്ഞാൽ അത് വേറെ കൊടുക്കുകയാണ്, വക കൊടുക്കുകയാണ്. 2 വ്യത്യാസം. നിസ്കരിച്ചതിനുള്ള കൂലി ഉണ്ടാവും, അള്ളാന്റെ വക വേറെ ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ എത്ര കിട്ടുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ളത് 10 വട്ടം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലെ 4 അടിമകളെ മോചിപ്പിച്ച കൂലി അള്ളാഹു കൊടുക്കുന്നതാണ്. എത്ര ചെറുതിനാണ് ഇപ്പൊ എത്ര വലിയ കൂലിയിട്ടുണ്ട്?
മനസ്സിലാക്കി. നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്കാണ് അള്ളാഹു താല വലിയ പ്രതിഫലം നൽകുന്നത്. നമ്മളെ കണക്കിന് അത് വളരെ ചെറുതേകാണ്. ഇപ്പൊ നേരത്തെ ദർറത്ത് പറഞ്ഞല്ലോ, അള്ളാഹ് പാഴാക്കൂലെന്നില്ലേ. ഒരു ദർറത്തിന്റെ കണക്കിന് ചെയ്ത് പാഴാക്കൂലെന്നാ. ദർറത്ത് എന്ന് എന്താ അറിയോ? ഇമാം സ്വാവി റഹിമഹുള്ള ഉദാഹരണം പറഞ്ഞത്, ഒരാള് ഇപ്പൊ സഹാറ മരുഭൂമി ആയിക്കോട്ടെ, വിശാലമായ മരുഭൂമി എന്നാ പറയേണ്ട സ്വാഭിമാം. അവിടെ പോയിട്ടൊരു വിരല് ആ മണലിൽ ഇങ്ങനെ കുത്തി, ആ മണലിൽ കുത്തിയിട്ട് ഇങ്ങനെ എടുത്തു. അപ്പോ അദ്ദേഹത്തിന്റെ ആ കയ്യിൽ എത്ര മണൽ തരികൾ പോന്നു? ഇനി ആ കയ്യിന്റെ ആ വിരലിന് കുത്തിയെടുക്കുമ്പോ ഈ മണൽത്തരികൾ എത്ര ഉണ്ട്? ആ മണൽത്തരികളും വിശാലമായ മരുഭൂമിയിലെ മണൽത്തരികളും തമ്മിൽ എത്ര അന്തരമുണ്ട്? ഇതൊന്നുമല്ല. അപ്പൊ ആ വിരലിന്മ പോന്ന മണലുണ്ടല്ലോ, അതാണ് ദർറത്ത്. അത്ര വിശാലമായ മരുഭൂമി അപേക്ഷിച്ച് ഈ മണൽത്തരി ഒന്നുമല്ല അവന്റെ വിരലും വെള്ളം. അത്ര ചെയ്താൽ പോലും അള്ളാഹു താല എന്ത് ചെയ്യും? കൂലി കൊടുക്കും, പാഴാകൂല. വേറെ ചില തഫ്സീറിൽ ഉദാഹരണം പറയേണ്ടതല്ല. ഒരാൾ കടലിലത്തെ വെള്ളത്തുനിന്ന് കൈ വിരലിങ്ങനെ മുക്കിയെടുത്തു. അങ്ങനെ അവന്റെ ആ ചൂണ്ട് വിരലും വന്ന അവസാനം ഒരു വെള്ളത്തുള്ളി ഇങ്ങനെ കൊയിഞ്ഞാടാനായി ഇങ്ങനെ നിൽക്കുമല്ലോ, അത് നേരെ മറ്റേ കയ്യിലെ ഉള്ളം കൈക്ക് എടുക്കുക. ഇനി ഈ ഉള്ളം കൈയിലുള്ള ഈ ഒരു വെള്ളത്തുള്ളി ഇങ്ങനെ നോക്കിയിട്ട് കമ്പയർ ചെയ്യുക കടലിക്ക് ഇങ്ങനെ നോക്കിയിട്ട്, ഇത് എത്ര വ്യത്യാസം ഉണ്ടാവും? അപ്പൊ ഇതൊന്നുമല്ല. അത്ര ലഘുവായ കാര്യം ഇഖ്ലാസോടുകൂടെ ചെയ്താലും ദാവൂദ് നബിയോട് അല്ലാഹു പറഞ്ഞല്ലോ, മീസാന്റെ നന്മയുടെ തുലാസിന്റെ തട്ട് നിറക്കാൻ മതിയാവും ഒരു കാരക്കാരൻ. അതെന്റെ പോയിന്റ്. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. അപ്പോ പിന്നെ അല്ലാഹു തആല ഈ ആയത്തിന്റെ അവസാനം പറയണത് റളിയല്ലാഹു അൻഹും വറളൂ അൻ, ആ സത്യവാന്മാർ അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു. ദാലികൽ ഫൗസുൽ അലീം, അത് മഹത്തായ വിജയമാകുന്നു. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി വമാ ഫീഹിൻ, ആകാശങ്ങളിലും ഭൂമിയിലും അവകൾക്കുള്ള സകല വസ്തുക്കളിലുമുള്ള ആധിപത്യം അല്ലാഹുവിനിക്കാണ്. ആകാശത്തിന്റെ ആധിപത്യം അല്ലാഹ്ക്കാണ്, ഭൂമിയുടെ ആധിപത്യവും അല്ലാഹുവിനിക്കാണ്, അവകൾക്കിടയിലുള്ള സർവ്വ വസ്തുക്കളുടെയും ആധിപത്യം അല്ലാഹ്ക്കാണ്. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അല്ലാഹു പറയാ വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളൊരു ശക്തിയാണ് അല്ലാഹു എന്ന് അല്ലാഹു തആല തുടർന്ന് പറയാണ്. അൽഹംദുലില്ലാഹ് 120 ആയത്തുകളായില്ലേ. നോക്കൂ, മാഇദ സൂറത്ത് 120 ആയത്തുകളായി. നമ്മളിങ്ങനെ അതിന്റെ അൽ ബഖറിന്റെ അവിടെ എത്താൻ പോവുകയാണ്. ഇനി നമുക്ക് നിസാ ആണ്. ഞാൻ നിസാ കഴിഞ്ഞ ആലി ഇമ്രാനായി, പിന്നെ അൽ ബഖറായി. ഞാൻ ഓർത്തു പോവാണ്, നമ്മൾ വന്നപ്പോൾ എൻ്റെ ഓർമ്മ ഫത്ഹ് സൂറത്തിന്റെ അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ തുടങ്ങിയത് എന്നാണ്. അതിൻ്റെ താഴത്തുകളിലും നമുക്ക് വിശദീകരിക്കണം. ഈ അടിയിൽ നിങ്ങോട്ട് പറയണം. ഈ ചെറിയ സൂറത്തുകളൊക്കെ വലിയ മഹത്വം നമ്മളെപ്പോഴും ഓതുണ്ടാവുക. കുറേ കാലത്തിൻ്റെ ശേഷം വന്നോലൊന്നും അത് കേൾക്കാത്തോലും അറിയാത്തോലേക്കാണ്. അല്ലാതെ ഇത് കഴിയണമല്ലോ. അപ്പോൾ ഞാൻ പറയണ്ട അൽഹംദുലില്ലാഹ്, നമ്മൾ പിന്നെ നോക്കൂ, നിങ്ങൾ ഖുർആന്റെ ആദ്യ ഭാഗത്തെ ഏകദേശം എത്താനായി. മാഇദ സൂറത്ത് നമ്മൾ പൂർത്തിയായി. പടച്ചവന്റെ വലിയ തൗഫീഖാണ്. നിങ്ങൾ ഇന്ന് പോയിട്ടേ ഇനി എന്ത് ചെയ്യണമെന്നറിയാം, ഈ ഒരാഴ്ചൻ്റെ അടിയിൽ മാഇദ സൂറത്തൊന്നല്ല, ഒന്നിങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് നോക്കി. ഞാൻ അടുത്ത ആഴ്ച ഒരു 2-3 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കണ്ട ഇൻഷാ അല്ലാഹ്. ഒരു 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിച്ചോണെന്ന് അറിയണം. അതിനെന്തെങ്കിലും ഒരു വർക്കത്തിന് ഞാൻ തരില്ല. നമ്മൾ വർക്കത്തിനുണ്ടായിട്ടല്ല, ഖുർആന്റെ വർക്കത്തിന് ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, ഒന്നിങ്ങനെ നോക്കി വരാം. ഞാൻ പേരെടുത്ത് പറയില്ല കേട്ടോ, ഇന്നാൾ പറയട്ടെ എന്ന് പറയില്ല കേട്ടോ. അങ്ങനെയാണ് നിങ്ങൾ അടുത്ത ആഴ്ച മുങ്ങും. ആ കിടങ്ങാറാണ് മദ്രസയിൽ പോകേണ്ട കാലത്തും കൂടി എനിക്ക് പേടിയെന്ന് പറയും. അതുണ്ടാവില്ല, ഞങ്ങൾ സൗകര്യം പോലെ. എന്തിനാണ് ഒരു ഉണർവിനാണ് ഇൻഷാ അല്ലാഹ്. ഞാൻ ചോദിക്കണ്ട, 3 കണക്കൊന്നാക്കണ്ട. നിങ്ങളൊന്ന് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് നോക്കണ്ടേ ഇൻഷാ അല്ലാഹ്. എന്തായിരുന്നാലും നമുക്കിത് ഇനി ഒന്നുമില്ല എന്ന് കൂട്ടിക്കോളി നിങ്ങൾ കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് ഒരു കൊടുത്തും കിട്ടില്ല. കുറേ ഈസാ നബിയൊക്കെ വരുന്നുണ്ട് എന്നല്ലാതെ ബേജാറാണ്ട. ഈ ഇരുന്ന് എടിയിൽ നിങ്ങളെ കണ്ണ് മാളിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും ആ സെക്കൻഡുകൾ പോലും റബ്ബിന്റെ അടുത്ത് വിലമതിക്കാൻ കഴിയാത്തതാണ്.
സത്യം അത്രയും പ്രധാനം. നമ്മൾ മൊത്തം ഓരോ ഞായറാഴ്ചക്ക് നമ്മളിതിന് ചെലവാക്കണ്ടേ വരവും പോക്കൊക്കെ കൂടി കൂട്ടിക്കോളി. ഇത് നമുക്ക് ഇതാണ് നാളെ നമുക്ക് ഉപകരിക്കാം. സമയം അത് നമ്മളെ അബ്ദുൽ എഞ്ചിനീയർ അങ്ങനെ ഓർക്കുകയാണ് ഓലൊക്കെ അനുഭവിക്കുക കവറിൽ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഒരു പരിധിയിൽ അവരൊക്കെ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിൽ നിസാ സൂറത്ത് നമുക്ക് തുടങ്ങണം. അല്ലാഹു തആല നമുക്ക് പറയാനും കേൾക്കാനൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قَالَ اللَّهُ يَا عِيسَى ابْنَ مَرْيَمَ അല്ലാഹു തആല പറയുന്ന സന്ദർഭം, ഓ മറിയമിന്റെ പുത്രൻ ഈസ, അഅൻത ഖുൽത ലിന്നാസ്, അങ്ങ് ജനങ്ങളോട് പറഞ്ഞിരുന്നുവോ, ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹനെ കൂടാതെ എന്നെയും എൻ്റെ മാതാവിനെയും നിങ്ങൾ ആരാധിക്കുവിൻ, നിങ്ങൾ ദൈവമാക്കുവിൻ എന്ന് പറഞ്ഞിരുന്നുവോ? ഖാല, അപ്പോൾ അതിന് മറുപടിയായി ഈസ നബി പറയും, സുബ്ഹാനക്, പടച്ചോനെ നീ എത്ര പരിശുദ്ധനാണ്. മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്, അന്യായമായ അത്തരം കാര്യങ്ങൾ പറയാന്നുള്ളത് ഒരിക്കലും എനിക്ക് യോജിച്ചതല്ല. ഇൻ കുൻതു ഖുൽതുഹു, ഞാനെങ്ങാനും അങ്ങനെ പറഞ്ഞാൽ, ഫഖദ് അലിംതഹു, നീ അതറിയുമല്ലോ. തഅലമു മാ ഫീ നഫ്സി, എൻ്റെ നഫ്സിലുള്ളത് നീ അറിയും. വലാ അഅലമു മാ ഫീ നഫ്സിക്, നിന്റെ ഉള്ളിലുള്ളത് ഞാൻ അറിയുകയുമില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, തീർച്ചയായിട്ടും നീ അദൃശ്യ കാര്യങ്ങളെല്ലാം അറിയുന്നവനാണല്ലോ. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബി, മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഇല്ലാ മാ അമർതനീ ബി, നീ എന്തൊന്നാണോ ഏതൊന്നാണോ നീ എന്നോട് കൽപ്പിച്ചത് അതല്ലാതെ. അതെന്താ? അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹ്ക്ക് ആരാധിക്കണം. റബ്ബി വ റബ്ബക്കും, എൻ്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമായ അല്ലാഹ്. വകുൻതു അലൈഹിം ഷഹീദാ, വകുൻതു അലൈഹിം ഷഹീദാ, റബ്ബേ ഞാൻ അതിന് അവരുടെ മേൽ സാക്ഷിയായിരുന്നു. മാ ദുംതു ഫീഹിം, ഞാൻ അവരിലുള്ള കാലത്തൊക്കെ. ഫലമ്മാ തവഫൈതനീ കുൻത അൻതർ റഖീബ അലൈഹിം, നീ എന്നെ പിടിച്ചെടുത്തതോടുകൂടെ പിന്നെ അവിടെ നിരീക്ഷകൻ അവരുടെ മേൽ നീയാണ്. വ അൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ സർവകാര്യങ്ങൾക്കും സാക്ഷിയാണ്. ഇൻ തുഅദ്ദിബുഹും, നാഥാ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ, ഫഇന്നഹും ഇബാദുക്, അവർ നിന്റെ അടിയാറുകളാണ്. വ ഇൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ, ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, അല്ലാഹുവേ നീ പ്രതാപിയാണ്, അതുപോലെ തത്വജ്ഞാനിയുമാകുന്നു, നീ യുക്തിമാനുമാകുന്നു. ഖാല അല്ലാഹ്, അപ്പോൾ അല്ലാഹു മറുപടി പറഞ്ഞു, ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും, ഈസാ നബിക്ക് നാളെ മഹ്ശറിലുള്ള മറുപടി പറയും, ഇത് സത്യവാന്മാർക്ക് അവരുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന ഉപകരിക്കുന്ന ദിനമാണിത്. ജന്നാത്തു ലഹും ജന്നാത്ത്, അവർക്ക് സ്വർഗീയ ആരാമങ്ങളുണ്ട്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഖാലിദീന ഫീഹാ അബദാ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹും വറളൂ അൻ, അവർ അല്ലാഹുവിനെയും അല്ലാഹു അവരെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു. ദാലികൽ ഫൗസുൽ അലീം, അതാണ് മഹത്തായ വിജയം. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അല്ലാഹുവിനിക്കാണ്. വമാ ഫീഹിൻ, അവകൾക്കിടയിലുള്ളവയുടെയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قَالَ اللَّهُ يَا عِيسَى ابْنَ مَرْيَمَ أَأَنْتَ قُلْتَ لِلنَّاسِ
أأنت قلت للناس اتخذوني وأمي إلهين من دون الله قال سبحانك ما يكون لي أن نقول ما ليس لي بحق إن كنت قلته فقد علمته تعلم ما في نفسي ولا أعلم ما في نفسك إنك أنت علام الغيوب ما قلت لهم إلا ما أمرتني به أن اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت أنت الرقيب عليهم وأنت على كل شيء شهيد إن تعذبهم فإنهم عبادك وإن تغفر لهم فإنك أنت العزيز الحكيم قال الله هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم لله ملك السماوات والأرض وما فيهن وهو على كل شيء قدير صدق الله العلي العظيم